വിഷം ചീറ്റുന്ന രാജവെമ്പാലയാണ് നീ ഇപ്പോഴും. ഇത്രയും നാൾ വിശ്വംഭരനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നടന്ന് കാണണവരെ മുഴുവൻ കൊന്നിട്ട് പെട്ടെന്നൊരു ദിവസം വെളിപാടുണ്ടായതുപോലെ മനസ്സു മാറിയെന്നും പറഞ്ഞ് എന്റെ മുന്നിൽ വന്നു നിന്നാൽ വിശ്വസിക്കാൻ ഞാനൊരു മണ്ടനാണെന്ന് കരുതിയോ നീ? അവൾ ഒരക്ഷരവും വിട്ടു പറഞ്ഞില്ല. തല്ലി ഓടിക്കാൻ ശ്രമിച്ചപ്പോ വന്ന് തടയുകയും ചെയ്തു. ഇത്രയും നാൾ കണ്ടാലുടനെ കൊല്ലുമെന്ന് പറഞ്ഞു നടന്നിരുന്നത് അവള്. പെട്ടെന്നെന്താ ഇങ്ങനൊരു മാറ്റം? ഭാനുമതി പറഞ്ഞാലും അശ്വതി ഭരതനെ സ്വീകരിക്കില്ല. എന്നാലും പറ്റില്ലാന്ന് എന്നെ തുറന്നു പറയണായിരുന്നു വിജയേട്ടാ. തുറന്നു പറഞ്ഞില്ലെങ്കിലും സമ്മതമല്ലാന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഭരതനെ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമാണെന്ന് ഭാനുമതി അടുത്തോട് പറഞ്ഞേക്കുവേട്ടാ. നീ എന്താ പറഞ്ഞത്? ഭരതനെ കല്യാണം കഴിക്കാൻ നിനക്ക് സമ്മതമാണെന്നോ? അതെ. അതൊക്കെ ആലോചിച്ച് നമ്മൾ എന്തിനാ വെറുതെ സമയം കളയണത്? ഈ കല്യാണം വേണ്ട, അത്ര തന്നെ. എന്നെ നശിപ്പിച്ച ആൾ തന്നെ എനിക്കൊരു ജീവിതം തരാന്ന് പറയുമ്പോ ഞാൻ എന്തിനായിട്ടാ വേണ്ടെന്ന് പറയുന്നേ? അതങ്ങനെയല്ല അശ്വതി, എല്ലാം തന്ത്രമാണ്. വിശ്വംഭരനും ഭരതനും ചേർന്ന് ഒരുക്കുന്ന കെണിയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. എന്നോട് ചെയ്തത് തെറ്റായി പോയെന്ന് ഇപ്പൊ അയാൾക്ക് തോന്നുന്നുണ്ടെങ്കിലോ? അതുകൊണ്ടല്ലേ എനിക്കൊരു ജീവിതം തരാൻ തോന്നിയത്? അവനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നവളല്ലേ നീ? ഇപ്പോഴെന്താ ഇങ്ങനൊരു മനമാറ്റം? നല്ലവനായിന്ന് ഭരതൻ പറയുമ്പോ നമ്മൾ എന്തിനായിട്ടാ അയാളെ സംശയിക്കുന്നത്? നന്നാവാൻ ഒരു അവസരം കൊടുത്തൂടെ? നിന്നെ കൊല്ലാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. എനിക്കത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. നീയും അവന്റെ ചതി മനസ്സിലാക്കണം. ഈ കല്യാണം നടക്കരുത് മോളെ. നടന്നാൽ ഇത്രയും കാലം ജീവൻ കയ്യിൽ പിടിച്ചോടിയതിന് യാതൊരു അർത്ഥവുമില്ല. എന്റെ കാലും നിന്റെ ജീവിതവും ഇപ്പോ അതൊക്കെ എങ്ങനെയാ നിനക്ക് മറക്കാൻ പറ്റണേ? ഇപ്പൊ ഞാൻ ജീവിതത്തെ സ്നേഹിക്കുന്നുണ്ടേട്ടാ. മറ്റൊരാൾ നശിപ്പിച്ച പെണ്ണിനെ ആരും സ്വീകരിക്കാൻ തയ്യാറാവില്ല. ഭരതൻ ഇപ്പൊ പറയുന്നുണ്ട് ഒരു ജീവിതം കാട്ടി മോഹിപ്പിക്കുന്നുണ്ട്. ഞാൻ അയാളുടെ കൂടെ പൊയ്ക്കോളായിട്ടാ. എങ്കിലേ മായക്കൊരു ജീവിതം കിട്ടും. എന്താ ഭാനുമതി, തിരക്കിലാണോ? ഈ ചോദ്യത്തിന്റെ അർത്ഥം നിനക്ക് പ്രധാനപ്പെട്ട എന്തോ കാര്യം എന്നോട് പറയാനുണ്ടെന്നല്ലേ? അതെ. എന്നാ നിനക്ക് വേണ്ടി ഞാനൊരു അരമണിക്കൂർ സ്പെയർ ചെയ്യാം. പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് ഭരതന്റെ കാര്യമാ. ഇത്രയും നാൾ പറഞ്ഞിരുന്നത് ദാമോദരനെയും വിലാസിനെയും കുറിച്ച്. ഇപ്പതേ ഭരതൻ. നമ്മൾ തമ്മിൽ കാണുന്ന സ്വകാര്യ നിമിഷങ്ങളിലെങ്കിലും നിനക്ക് മറ്റെന്തെങ്കിലും പറഞ്ഞൂടെ? പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കാത്തിരുന്നിട്ടുണ്ട്. ഇപ്പോഴൊന്നുമല്ല, വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ. അന്ന് നീ എന്റെ സെക്കൻഡ് ഹാൻഡ് വൈഫല്ലേ? കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ എന്റെ തെറ്റല്ല. സെക്കൻഡ് ഹാൻഡ് വൈഫ്, നല്ല പ്രയോഗം, എനിക്കിഷ്ടമായി. ഇതുപോലെ കുത്തി നോവിക്കാൻ പറ്റുന്ന വാക്കുകൾ വേറെയുണ്ടോ കയ്യിൽ? ഒരുപാടുണ്ട്. ആവശ്യം വരുമ്പോഴേ പുറത്തെടുക്കുള്ളൂ. ഇക്കാലം അത്രയും ഒന്നിച്ച് ജീവിച്ചിട്ടും എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല വിശ്വേട്ട. താലി കെട്ടിയ ആളെന്ന നിലയിൽ നിങ്ങളെ ഇഷ്ടപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ, പക്ഷെ കഴിഞ്ഞിട്ടില്ല. എന്നാലും പോകാൻ വേറെ ഒരിടമില്ലല്ലോ. എന്നെ 1,00,000 രൂപയ്ക്ക് വിശ്വേട്ടിന് വിറ്റവരോട് ഇനി അഭയം ചോദിക്കാനും പറ്റില്ല. ഇപ്പൊ അവരില്ലല്ലോ ഈ ഭൂമിയിലെങ്ങും. ഇത്രയും നീണ്ടൊരു തുടക്കം എന്തിനാ ഭാനുമതി? ഭരതനെ പറ്റി പറയാം. ഇത്രയും നാൾ പറഞ്ഞതല്ലാതെ പുതിയതായിട്ട് എന്താ ഉള്ളത്? അവൻ വിവാഹിതനാവുകയാണ്. ഭരതൻ കല്യാണം കഴിക്കാൻ പോകുന്നു. ഇത്ര നല്ലൊരു ഫലിതം ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ കേട്ടില്ല. അതിനിത് ഫലിതമല്ല, സത്യമാണ്. ഒരു ഗുണ്ടയ്ക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. അവന്റെ ജീവിതം ഏത് നിമിഷവും ഒരു ബുള്ളറ്റിന്റെ മുഴക്കത്തിൽ ചിതറിപ്പോകാവുന്നേ ഉള്ളൂ. അപ്പൊ വിശ്വേട്ടൻ കല്യാണം കഴിച്ചതോ? ഏത് നിമിഷവും ചിതറിപ്പോകുമായിരുന്നില്ലേ ഈ ജീവനും? ഞാൻ അവനെപ്പോലെയാണ്. എന്താ വ്യത്യാസം? അങ്ങനെയെങ്കിൽ അങ്ങനെ കല്യാണം കഴിച്ചോട്ടെ അവൻ. പക്ഷേ ഏതാ പെണ്ണ്?
നിങ്ങൾ അറിയോ അവളെ? അശ്വതി. അശ്വതിയോ? അവളെങ്ങനെ ഭരതനെ? ക്രൂരനായ കൊലയാളിയാണെന്നറിഞ്ഞിട്ടും വാസന്തി നിങ്ങളുടെ ഭാര്യയായില്ലേ? അവരെ കൊന്നതാണെന്ന് നാട്ടുകാർ പറഞ്ഞു തന്നിട്ടും സെക്കൻഡ് ഹാൻഡായി ഞാൻ വന്നില്ലേ? അതുപോലെ ഈ കല്യാണവും നടക്കും. അത് പറ്റില്ല ഭാനുമതി. ഏത് നിമിഷവും പഴയ ഭരതനായി എന്റെ അടുത്തേക്ക് തിരിച്ചു വരേണ്ടവനാണവൻ. ഭാര്യയും കുടുംബമൊക്കെ ആയാലേ സെന്റിമെന്റ്സ് വർക്കൗട്ടാവും. ട്രിഗറിൽ തൊടുമ്പോൾ വിരൽ വരയ്ക്കും. പാടില്ല ഭാനുമതി. ഭരതൻ അങ്ങനെ ഒരു ജീവിതം വേണ്ട. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല, അശ്വതിയുടെ വീട്ടുകാരും ഭരതനുമാ. അവര് തീരുമാനിച്ചു കഴിഞ്ഞു. ക്ഷണിക്കാൻ ഭരതൻ നേരിട്ട് ഇങ്ങോട്ട് വരും. ഞാൻ അമ്മയാകുമ്പോ നിങ്ങളും അവന്റെ ആരോ ആണല്ലോ. എന്റെ മുഖത്ത് നോക്കി കല്യാണത്തെ പറ്റി പറയാൻ ഭരതന് ധൈര്യമുണ്ടോ ഭാനുമതി? സംശയിക്കണ്ട, അവൻ വരും. അപ്പോ ഈ നാട്ടിൽ അശ്വതി ഉണ്ടായില്ലെങ്കിലോ? ഉണ്ടാവും വിശ്വേട്ട. ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ അശ്വതി ഭരതന്റെ പെണ്ണ. ഇനി അവളുടെ നിഴലിൽ പോലും ചവിട്ടാനാവില്ല നിങ്ങൾക്ക്. ഊണ് കഴിക്കുന്നില്ല വിജയേട്ടാ? വേണ്ട. ഉച്ചക്കും ഒന്നും കഴിച്ചില്ലല്ലോ. തൊണ്ടേന്ന് ഇറങ്ങിയിട്ട് വേണ്ടേ? ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം? ഞാനും ഒരുപാട് പറഞ്ഞു അവളോട്. മായക്കും വല്ലാത്ത വിഷമായിട്ടുണ്ട്. അവള് പറഞ്ഞില്ലേ അശ്വതിയോട് ഭരതനെ കല്യാണം കഴിക്കരുതെന്ന്? പറഞ്ഞു വിജയേട്ടാ, കേക്കണ്ടേ? ഈ പെണ്ണിന് എന്താ പറ്റിയത്? ഇത്രയും നാൾ പകയോടെ അവനെ കാത്തിരുന്നത് കല്യാണം കഴിക്കാനായിരുന്നു. അശ്വതി അധികം ഒന്നും സംസാരിക്കുന്നില്ല. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥത കിട്ടില്ലേ വിജയേട്ടാ? ഈശ്വരൻ ശപിച്ചിട്ടിരിക്കുകയാണോ നമ്മളെ? ഇത് ശാപമല്ല, തോന്നിയാസാണോ? ഇത്രയും നാള് കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് നടന്നിട്ട് ഛേ, എങ്ങനെ പറയും ശാരദേ അശ്വതിയെ കല്യാണം കഴിക്കണത് ഭരതനാണെന്ന്? കാർക്കിച്ച് തുപ്പില്ലേ എല്ലാവരും? പിന്നെ തല ഉയർത്തി നടക്കാൻ പറ്റുമോ ഈ നാട്ടില്? അശ്വതിക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും വിജയേട്ടാ? സമ്മതിച്ചല്ലേ പറ്റൂ. വരും വരായികളൊന്നും അവൾ ഓർത്തിട്ടില്ല. മനസ്സു മാറിയെന്ന് പറഞ്ഞപ്പോ അവൾ വിശ്വസിച്ചു. അത്രേ ഉള്ളൂ. അത് തെറ്റാണെന്ന് മനസ്സിലായാൽ തീരുമാനം മാറ്റിക്കോളും. നീ പറയണം അവളോട്, മനസ്സു മാറിയെന്ന് ഭരതൻ പറയണത് വെറുതെയാണെന്ന്. നമുക്കറിയില്ലേ ശാരദ, അവൻ അത്ര എളുപ്പം മാറാൻ പറ്റില്ല. അഥവാ മാറിയാല് വിശ്വംഭരൻ കൊല്ലില്ലേ അവനെ? 8 വർഷം കഴിഞ്ഞ് കിട്ടിയതല്ലേ? മനസ്സു മാറിയെന്നും പറഞ്ഞ് കയ്യും വീശി ഇറങ്ങിപ്പോയാൽ നോക്കി നിൽക്കും അയാള്. ശാരദേ, കാലു പിടിച്ചിട്ടാണെങ്കിലും പറയണം അശ്വതിയോട്, ഈ കല്യാണം വേണ്ടാന്ന്. ഞാൻ പറയാം വിജയേട്ടാ. പറഞ്ഞാ പോരാ, സമ്മതിപ്പിക്കണം. സമ്മതിക്കൂ അവള്? എന്റെ ഈശ്വര, സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ഒരിക്കൽ ചത്തു ജീവിച്ചതല്ലേ? ഇനിയും പറയാൻ ഭരതനോട് തല്ലിക്കൊന്നേക്കാൻ. അവന്റെയും അശ്വതിയുടെയും കല്യാണം കാണണ്ടല്ലോ. ഇതെന്തൊരു വിധിയാണ് എന്റെ ഈശ്വര. എത്ര നാളായിട്ടോ താൻ പോലീസിൽ കയറിയിട്ട്? 6 വർഷം. 6 വർഷമായിട്ട് താൻ സല്യൂട്ട് ചെയ്യാൻ പഠിച്ചില്ല? സർ, ഞാൻ പഠിപ്പിച്ചുതരാം. ഞാൻ പുതിയ DSP ചന്ദ്രബോസ്. സർ, എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ മറ്റൊരു പേര് കൂടിയുണ്ട്, തണ്ടർ. ആ പേര് ഇവിടെയുള്ളവരെ കൂടി ഒന്ന് പഠിപ്പിക്കണം. സർ. ഏത് സ്റ്റേഷനിൽ ചെന്നാലും തുടക്കം ഗംഭീരമാണെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നമ്മുടെ കസ്റ്റഡിയിൽ ആരെങ്കിലും ഉണ്ടോ? തൊട്ട് തൊഴുതൊന്ന് തുടങ്ങാൻ? ഉണ്ട് സർ. ഒരു പോക്കറ്റ് ടീക്കാരനെ പിടിച്ചിട്ടുണ്ട്. തുറക്കടോ ലോക്കപ്പ്. നോക്കുന്ന അമ്മേ, പുതിയ ജീവിതം ആരംഭിച്ചപ്പോ
പഴയൊരു പെണ്ണിനെ കിട്ടി നിനക്ക് അല്ലടാ. ഞാനിത് അങ്ങോട്ട് വന്ന് പറയണമെന്ന് കരുതിയതാ. ഇപ്പം മുതലാളി നേരിട്ട് വന്നല്ലോ. തീരുമാനിച്ചു. എന്ത് കല്യാണം? കല്യാണമെന്ന് പറയാമോന്ന് എനിക്കറിയില്ല. ഞാൻ അവൾക്കൊരു ജീവിതം കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കാൻ സ്വന്തമായിട്ടൊരു ജീവിതം നിനക്കുണ്ടോ ഭരത? ഉണ്ടായിരുന്നില്ല നിങ്ങളോടൊപ്പം കഴിഞ്ഞപ്പോൾ. പക്ഷെ ഇപ്പം ഞാൻ അനുഭവിക്കുന്നുണ്ട് പുതിയൊരു സുഖവും സന്തോഷവും. നീ കൊന്നു തള്ളിയവർ ഈ പ്രപഞ്ചത്തിൽ മോക്ഷം കിട്ടാതെ അലഞ്ഞു തിരിയുന്നുണ്ട്. കൈയും കാലുമില്ലാത്ത ഒരുപാട് പേർ നിന്റെ ശവം കണ്ട് കാർക്കിച്ച് തുപ്പാൻ കാത്തിരിപ്പുണ്ട്. നീ നശിപ്പിച്ച ഒരുപാട് പെണ്ണുങ്ങൾ മനസ്സിൽ ചിതയൊരുക്കി നിന്നെ ജീവനോടെ കത്തിക്കാൻ ഒരുങ്ങി നിൽപ്പുണ്ട്. നീ ഇപ്പൊ പറഞ്ഞ സുഖവും സന്തോഷമൊക്കെ ക്ഷണികമാണ്. ഒറ്റയ്ക്ക് നിനക്ക് നിലനിൽപ്പില്ല. നല്ലവനായെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അഥവാ വിശ്വസിച്ചാലും ശത്രുക്കൾ കൊല്ലാതിരിക്കില്ല. രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയുള്ളൂ. ഞാൻ പറഞ്ഞു തന്ന വഴി. വന്നൂടെ നിനക്കെൻ്റെ കൂടെ? ഞാനിപ്പോ അനുഭവിക്കുന്ന സുഖവും സന്തോഷവും ക്ഷണികമാണെങ്കിലും ഇനി അത് മതി എനിക്ക്. 7 വയസ്സ് മുതൽ നിങ്ങൾ കാട്ടിത്തന്ന വഴിയിലൂടെ നടന്നു തുടങ്ങിയവനാ ഞാൻ. അന്നൊന്നും എനിക്ക് കിട്ടാത്ത സുരക്ഷിതത്വം ഇന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നീ വിശ്വംഭരന്റെ ആരും അല്ലെന്ന് അറിയുമ്പോൾ ശത്രുക്കൾ ഒറ്റയായും കൂട്ടമായും വരും. ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കണം അവരൊക്കെ. ഈയാമ്പാറ്റെ പോലെ ചെറുകെറിഞ്ഞ് ചത്ത് വീഴരുത്. വീണ്ടും വീണ്ടും പറയണേ, വാ എന്റെ കൂടെ. നീണ്ട 8 വർഷം നിനക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയവനാ ഞാൻ. നിന്റെ പേര് മന്ത്രം പോലെ മനസ്സിൽ ഉരുവിട്ട് നിന്നെ മാത്രം കാത്തിരുന്നവനാ ഞാൻ. അതൊക്കെ എന്തിനായിരുന്നെന്ന് നിനക്കറിയില്ലേ ഭരത? അറിയാം മുതലാളി. പക്ഷെ ആ കണക്കുകളൊന്നും ഇനി ഞാൻ ഓർമ്മിക്കില്ല. നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്ന എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് ഞാൻ. പകരം എനിക്കൊന്നും വേണ്ട. എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി. നിന്റെ ജീവിതം എന്റെ ദാനമായിരുന്നുള്ള കാര്യം നീ മറന്നു. എനിക്കത് തിരിച്ചു വേണം. തന്നില്ലെങ്കിൽ ഞാനത് ബലമായി പിടിച്ചു വാങ്ങും. ഇത് സ്നേഹത്തിന്റെ ഭാഷയല്ലല്ലോ മുതലാളി. എനിക്കോ നിനക്കോ ഇത്രയും കാലം ആ ഭാഷ അറിയില്ലായിരുന്നു. അതറിയാനുള്ള തീർത്ഥയാത്ര ഇനിയുള്ള എന്റെ ജീവിതം. അങ്ങോട്ടേക്ക് ചോര കൊതിക്കുന്ന ചെന്നായിയായിട്ട് കടന്നു വരരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. ഇപ്പോ നിന്റെ മനസ്സിൽ അമ്മയായിട്ട് ഭാനുമതിയുണ്ട്. ഭാര്യയുടെ സ്ഥാനത്ത് അശ്വതി. നന്ദിനിക്കും ഒരു റോൾ വേണ്ടേ? അവൾ എന്റെ അനിയത്തിയ. അപ്പോ കൺമുന്നിൽ നിനക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, ഈ ഞാൻ. അല്ലടാ? ഞാനങ്ങനെ കരുതിയിട്ടില്ല. പക്ഷെ എതിരെ വരരുത്. എനിക്ക് വേണ്ടി കെണിയൊരുക്കി കാത്തിരിക്കരുത്. എന്നെ സ്നേഹിക്കുന്നവരുടെ ജീവൻ എടുക്കരുത്. ഇത് ഞാൻ വരയ്ക്കുന്ന ലക്ഷ്മണരേഖയാണ് മുതലാളി. മറികടന്നാൽ ഭൂമിക്ക് മാത്രമല്ല ആകാശത്തിനും തീ പിടിക്കും. എന്നാ കല്യാണം? ചോദിച്ചു കേട്ടില്ലേ എന്നാ അശ്വതിയുടെ കല്യാണം? അത് പിന്നെ എല്ലാം ഞാൻ അറിഞ്ഞു. താൻ ഭരതനുമായി അശ്വതിയുടെ കല്യാണം നടത്താൻ പോലെ. അത് അശ്വതി പറഞ്ഞപ്പോ ആര് പറഞ്ഞാലും തടയണമായിരുന്നു. തനിക്കറിയില്ലേ വിജയ, അവൻ എന്റെ ചാവേറാണെന്ന്. താലി കെട്ടി മണിയറയിൽ ഇരുന്ന് ആഘോഷിക്കാനുള്ളതല്ല അവന്റെ ജന്മം. അതെനിക്ക് പണ്ടേ തീരെഴുതി തന്നവൻ. ഞാൻ അറിയാതെ അവന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഈ കല്യാണവും നടക്കില്ല. അവനിവിടെ വന്നിരുന്നു. പിന്നെ അശ്വതിയും കണ്ടിരുന്നു. ഭാനുമതിയും വന്നിരുന്നു എന്നെ കാണാൻ. ആരൊക്കെ വന്നാലും നീ പറയണമായിരുന്നു വിജയ, ഭരതൻ അവളെ കൊടുക്കില്ലെന്ന്. എങ്ങനെ പറയും ഞാൻ? പറഞ്ഞാൽ കൊല്ലില്ലേ അവൻ എന്നെ? കൊല്ലട്ടടോ. അല്ലെങ്കിൽ തന്നെ തനിക്ക് 1.5 കാലല്ലേ ഉള്ളൂ. ഇങ്ങനെ വടിയും കുത്തി നടന്ന് എന്തിനാണോ അധികകാലം ജീവിക്കുന്നത്? അശ്വതിയെ തരില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിടണവനെ. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്നങ്ങ് തീരുമാനിക്കണം. അങ്ങനെ ഞാനൊരു തീരുമാനമെടുത്താൽ അശ്വതിയുമായി അനാഥരാവില്ലേ മുതലാളി? അതോർത്ത് താൻ വേവലാതിപ്പെടണ്ട. വാ കീറിയ ദൈവം എരയും കൊടുത്തോളും. ഉപദ്രവിക്കരുത് മുതലാളി. കഴിഞ്ഞതൊക്കെ മറന്ന് ഞങ്ങൾ ജീവിക്കുകയാണ് ഇവിടെ. ആരോടും പരിഭവമില്ലാതെ, ഒരാളോടും പരാതി പറയാതെ. രക്ഷിക്കണം മുതലാളി. അന്ന് ചോദിച്ചതൊക്കെ തന്നില്ലേ? എന്റെ കാലുൾപ്പെടെ.
അശ്വതിക്കും ജീവിതമില്ലാണ്ടായി. പിന്നെയും എന്തിനാ ഞങ്ങളെ ദ്രോഹിക്കണേ? മനസ്സ് മാറിയെന്ന് പറഞ്ഞ് ഒളിച്ചു കളിക്കുകയാണ് ഇപ്പോൾ എന്റെ ഭരതൻ. അവനെ തിരിച്ചു കിട്ടാൻ ഞാൻ എന്തും ചെയ്യും. ലോകത്തിന്റെ ഏതറ്റം വരെ പോവും. അതിനിടയ്ക്ക് അശ്വതി വേണ്ട. ഒരു പെണ്ണിന്റെ സെന്റിമെന്റ്സ് ചിലപ്പോ കഥയാകെ മാറ്റി മറച്ചേക്കും. മുതലാളി, നിനക്ക് പറയാൻ മടിയാടി വിളിക്കണോ? ഞാൻ പറയാവളോട്. എന്താണാവോ എന്നോട് പറയാനുള്ളത്? വേണ്ട മോളെ, വേണ്ട. ഏട്ട മിണ്ടാതിരിക്കേ. നീ ഇവിടെ ഉണ്ടായിരുന്നു, അപ്പൊ പറഞ്ഞതൊക്കെ കേട്ട് കാണും. വീണ്ടും പറയണ്ടല്ലോ. നിങ്ങൾ പറയുന്നത് ഞാൻ ഭരതനെ കല്യാണം കഴിക്കരുതെന്നല്ലേ? അതെ. അത് പറയാൻ നിങ്ങളാരാ? ദേ, അങ്ങനെ വീട്ടിൽ പോയി ഭാര്യയെ വിളിച്ചാ മതി. എനിക്കൊരു പേരുണ്ട്, അശ്വതി. മുതലാളി വേണ്ട. താൻ മിണ്ടിപ്പോരുത്. ഭരതനെ കല്യാണം കഴിക്കാൻ നീ തീരുമാനിച്ചല്ലേ? തീരുമാനിച്ച? അങ്ങനെ ഒരു ചോദ്യമില്ല. നീ തീരുമാനിക്കില്ല. ഭരതനോട് സ്നേഹമാണോ ശത്രുതയാണോ നിങ്ങൾക്ക്? അത് നീ അറിയേണ്ട ആവശ്യമില്ല. വേണ്ട അശ്വതി, നീ ഒന്നും പറയണ്ട. അകത്തു വെക്കൂ, ഞാൻ സംസാരിച്ചോളാം. ഏട്ട മിണ്ടാതിരിക്കേ. എനിക്കറിയണം എന്തിനാ ഇയാൾ ഈ കല്യാണം വേണ്ടാന്ന് പറയുന്നതെന്ന്. അത് ഞാൻ പറഞ്ഞല്ലോടി. വിട്ടുതരാൻ പറ്റില്ല അവനെ. ഇപ്പൊ അയാൾ നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ മുതലാളി. പിന്നെ എങ്ങനെ പറയും വിട്ടുതരാൻ പറ്റില്ലെന്ന്? അത് നീ അറിയേണ്ട കാര്യമല്ല. കൊണ്ടുപോയി ഞാൻ അവനെ. കല്യാണ പന്തലിൽ നിന്നാണെങ്കിൽ പോലും. ഒരു ദുരന്തത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് നീ. ഒരു ദുരന്തം കൂടി താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അന്നവൻ നിന്നെ ജീവനോടെ ബാക്കി വെച്ചു. ഇന്ന് വിശ്വംഭരൻ ആ കാരുണ്യം നിനക്ക് തരില്ല. ആ കാരുണ്യം ഇനി നിങ്ങൾക്ക് തരേണ്ടത് ഞാനാ മുതലാളി. ആദ്യ രാത്രിയിൽ എന്റെ ഭർത്താവിനോട് ചിലപ്പോ ഞാൻ നിങ്ങളുടെ ശവം കാണുമെന്ന് പറഞ്ഞിരിക്കും. കൊണ്ട് തരില്ലേ ഭരതൻ? ഈ വൃത്തികെട്ട മുഖം അങ്ങനെ തന്നെ അടർത്തിയെടുത്തെന്റെ കാൽക്കീഴിൽ വെക്കാൻ എനിക്കറിയണം. എന്തിനാ ഇയാൾ ഈ കല്യാണം വേണ്ടാന്ന് പറയുന്നതെന്ന്. അത് ഞാൻ പറഞ്ഞല്ലോടി. വിട്ടുതരാൻ പറ്റില്ല അവനെ. ഇപ്പൊ അയാൾ നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ മുതലാളി. പിന്നെ എങ്ങനെ പറയും വിട്ടുതരാൻ പറ്റില്ലെന്ന്? അത് നീ അറിയേണ്ട കാര്യമല്ല. കൊണ്ടുപോയി ഞാൻ അവനെ. കല്യാണ പന്തലിൽ നിന്നാണെങ്കിൽ പോലും. ഒരു ദുരന്തത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് നീ. ഒരു ദുരന്തം കൂടി താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അന്നവൻ നിന്നെ ജീവനോടെ ബാക്കി വെച്ചു. ഇന്ന് വിശ്വംഭരൻ ആ കാരുണ്യം നിനക്ക് തരില്ല. ആ കാരുണ്യം ഇനി നിങ്ങൾക്ക് തരേണ്ടത് ഞാനാ മുതലാളി. ആദ്യ രാത്രിയിൽ എന്റെ ഭർത്താവിനോട് ചിലപ്പോ ഞാൻ നിങ്ങളുടെ ശവം കാണുമെന്ന് പറഞ്ഞിരിക്കും. കൊണ്ട് തരില്ലേ ഭരതൻ? ഈ വൃത്തികെട്ട മുഖം അങ്ങനെ തന്നെ അടർത്തിയെടുത്തെന്റെ കാൽക്കീഴിൽ വെക്കാൻ. അശ്വതി, ഇപ്പൊ വിശ്വംഭരന്റെയും ഭരതന്റെയും കഥയിൽ ഒരു പെണ്ണുണ്ട്, ഈ അശ്വതി. അവൾക്ക് വേണം ഭരതനെ ഭർത്താവിന്റെ സ്ഥാനത്ത്. ഇനി അയാൾക്ക് വേണ്ടത് സ്നേഹമല്ലേ? അത് ഞാൻ കൊടുക്കും. കടലോളം സ്നേഹം. എന്റെ ഭർത്താവ് ഇനി ഒരിക്കലും ആരെയും കൊല്ലില്ല മുതലാളി. നിനക്ക് ദുഃഖിക്കേണ്ടി വരും. അതിന് ഞാൻ തയ്യാറാണെങ്കിലോ? എങ്കിൽ ഞാൻ വരും നിന്റെ കല്യാണത്തിന്. ക്ഷണിച്ചില്ലെങ്കിലും ആചാരവെടിയോടെ സ്വീകരിച്ചോളാം ഞാൻ. പിന്നെ എള്ളും പൂവും ചന്ദനവും കൊണ്ട് ഉദകക്രിയ ചെയ്യിച്ചോളാം ഞാൻ. നമുക്ക് കാണാം. നീ ഇതെന്ത് ഭാവിച്ച? കല്യാണത്തിന് അയാളെ ക്ഷണിച്ചതല്ലേ ഏട്ടാ? എന്താ നിന്റെ മനസ്സിലുള്ളതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഏട്ട സമാധാനായിട്ടിരിക്കും. അരുതാത്തൊന്നും സംഭവിക്കില്ല. നിന്നെ ഇങ്ങോട്ട് വരുത്തിയത് എന്തിനാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. അറിയാം മുതലാളി. അറിഞ്ഞാൽ മാത്രം പോരാ, ഞാൻ മനസ്സിൽ കാണുന്നത് മണത്തറിയാം. ഞാൻ ചൂണ്ടിക്കാട്ടി തരുന്നവരെ ചതച്ചിഞ്ച പരുവാക്കണം. നീ വിശ്വംഭരന്റെ ആളാണെന്ന് ഇവിടെ ഉള്ളവരൊക്കെ വീണ്ടും പറയണം. അത് പിന്നെ പറയണം. മുതലാളിയല്ലേ എനിക്ക് കാക്കി വാങ്ങി തന്നത്. ഒന്നിനും കൊള്ളാത്ത നിന്നെ കാക്കി കുപ്പായത്തിൽ നക്ഷത്ര ചിഹ്നങ്ങളും പതിച്ചു തന്ന് ഈ കസേരയിൽ ഇരുത്തിയത് ഞാന ചന്ദ്രബോസ്. ഇനി എന്റെ പോലീസാടാ നീ. സർക്കാർ തരുന്നതിന്റെ 4 ഇരട്ടി ശമ്പളം ഇനി നിനക്ക് ഞാൻ തരും. നമ്മുടെ ഭരതൻ ജയിലിൽ നിന്ന് ഇറങ്ങിയല്ലോ. എനിക്കവനെ കാണാൻ തിടുക്കമായി. എവിടെയുണ്ടവൻ? എന്റെ ആളാണെന്ന് പറഞ്ഞ് നീ അവനെ കാണാൻ പോയാൽ ജീവനോടെ തിരിച്ചു വന്നൊന്നുമില്ല. അവനിപ്പോ ശത്രുപക്ഷത്താടോ. മനസ്സിലായില്ല. മനസ്സ് മാറി, ദിവ്യനായി. ഇനി രൂപക്കൂട്ടിൽ വെച്ച ആളിന് പൂജിക്കും. തിരിച്ചു വേണ്ടേ അവനെ? വേണോടോ. അതിനാ നിന്നെ മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എങ്ങനെ വേണോ അവനെ? ജീവനോടെയോ ശവമായിട്ടോ? നിന്റെ സിൻസിയറിറ്റി എനിക്കിഷ്ടമായി. നീ ഒന്നും മറന്നിട്ടില്ല. അത് ഒന്ന് ഓർമ്മിപ്പിക്കണ്ടേ ഭരതനെ? ഓർമ്മിപ്പിക്കണം. എപ്പോഴാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി.
പൊക്കിയെടുത്ത് ഈ കാൽ കീഴിൽ ഇട്ട് തരും ഞാൻ അവനെ. എനിക്കറിയാം നിന്നെ. പണ്ട് രണ്ടുപേരെ ഉരുട്ടിക്കൊന്നത് ഞാൻ പറഞ്ഞിട്ടല്ലേ. അതിന്റെ പേരിൽ എനിക്കൊരു സസ്പെൻഷൻ കിട്ടിയിരുന്നു. അതൊരു പ്രൊമോഷനാക്കി മാറ്റി തന്നില്ലടോ ഞാൻ വെറും 3 മാസം കൊണ്ട്. ഭരതന്റെ കാര്യത്തിൽ ഒരു വേവലാതിയും വേണ്ട, കൊണ്ടുവന്ന് തരും ഞാൻ അവനെ. ഈ ചങ്കുറപ്പ് എനിക്കിഷ്ടമായി. വിളിക്കുമ്പോ വിളിപ്പുറത്തുണ്ടാവണം. ഉണ്ടാകും സാർ. അമ്മായി, അമ്മേ, ദേ ആരെ വന്നിരിക്കുന്ന നോക്കിയേ. അല്ല, യമുനേട്ടത്തെ കൊണ്ടുവരാത്ത എന്താ? ഞാൻ വിളിച്ചതാ മോളെ, അവള് വരണ്ടേ? എന്താ അമ്മായി പെട്ടെന്ന് വിളിച്ചു പറഞ്ഞുള്ളല്ലോ വരൂന്ന്? ആകെപ്പാട് ഒരു സമാധാനവും ഇല്ല മോളെ. യമുനയാണെങ്കിൽ ആകെ മാറിപ്പോയി. പഴയ കളിയും ചിരിയും ഒന്നുമില്ല. ആരോടെ സങ്കടം പറയുക? ഗുരുവായൂരപ്പനോടല്ലാതെ. അമ്മ അകത്തുണ്ട്, അമ്മായി ചെല്ല്, ഞാനിപ്പോ വരാം. യശോദേ, എടുത്തി വാ, ഇരിക്കും. യമുനയുടെ സങ്കടം ഇനിയും മാറിയില്ലേ എടുത്തി? അതെങ്ങനെ മാറും യശോദേ? ആകെ തകർന്നു പോയില്ലേ എന്റെ കുട്ടി? മുമ്പായിരുന്നെങ്കിൽ ഒരുപാട് കരയുമായിരുന്നു അവള്. കുറെ കരഞ്ഞു കഴിയുമ്പോൾ ചെറിയൊരു ആശ്വാസമെങ്കിലും കിട്ടില്ലേ? ഇപ്പോൾ കരയാറില്ല. മുഖത്തൊരു തരം വാശി പോലെ. എന്താ അവളുടെ മനസ്സിലുള്ളതെന്ന് ആർക്കറിയാം? ഇങ്ങനെയൊക്കെ ഉണ്ടായത് ആ തലതെറിച്ചവൻ കാരണമല്ലേ? അവൻ കാവി വരില്ലെന്ന് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല എടുത്തി. കല്യാണത്തിനന്ന് രാവിലെ കൂടെ പറഞ്ഞതാ ഞാൻ അവനോട്. ആ ജന്തു ഇങ്ങനെ തീരുമാനിക്കുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിരുന്നില്ല. പരസ്പരം പഴിചാരിയിട്ട് യാതൊരു കാര്യവുമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടെന്ന് ആലോചിക്കാനാണ് ഞാനിപ്പോൾ വന്നത്. എന്റെ തീരുമാനം ഇപ്പോഴും അത് തന്നെ എടുത്തി. ജയൻ തന്നെ യമുനയെ കല്യാണം കഴിക്കും. എല്ലാം സമ്മതിച്ചിട്ട് മുഹൂർത്തമാകുമ്പോൾ പിന്നെയും അവൻ വന്നില്ലെങ്കിലോ യശോദേ? ഒരു തവണ കൂടി കല്യാണ പെണ്ണായി അണിഞ്ഞൊരുങ്ങിയിട്ട് കല്യാണം നടക്കാണ്ടിരുന്നാൽ യമുന എന്തെങ്കിലും അവ്യഹം കാണിച്ചാലോ? ഏടത്തി പറഞ്ഞ ശരിയാ. അവൻ എന്തും ചെയ്യും. അത്രയ്ക്ക് മാറിപ്പോയി ജയകൃഷ്ണൻ. ഇവനെ തന്നെയാണോ ഞാൻ പ്രസവിച്ചത്? ഇവനെ തന്നെയാണോ ഞാൻ താരാട്ടുപാടി ഉറക്കിയത്? ഓ, ഇപ്പൊ ആ പേര് കേൾക്കുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ യമുനയുടെ സങ്കടം തീരണമെങ്കിൽ അവൻ തന്നെ വന്ന് താലി കെട്ടണ്ടേ? അതുകൊണ്ടാ അവൻ തന്നെ യമുനയെ കല്യാണം കഴിക്കുമെന്ന് ഞാൻ പറയുന്നത്. ജയനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ യശോദേ? എവിടെ? വിവരം കിട്ടണമെങ്കിൽ ആ ഹർഷൻ എന്തെങ്കിലും പറയണ്ടേ? രണ്ടുപേരും ചേർന്ന് വലിയ വീട്ടിൽ യശോദയെ തോൽപ്പിക്കാൻ നോക്കുകയല്ലേ? അവന്റെ കാര്യത്തിൽ ഇത്രയും വാശി വേണോ യശോദേ? നീ ആദ്യം ആ ഫോട്ടോ ഇത് മാല എടുത്ത് മാറ്റി. നാട്ടുകാർ കണ്ടാൽ എന്ത് വിചാരിക്കും? അതവിടെ കിടക്കട്ടെ എടുത്തി. അത് കാണുമ്പോഴാ എന്റെ ഉള്ളിലെ തീ അല്പമെങ്കിലും കുറയുന്നത്. എന്റെ സ്ഥാനത്ത് ഏട്ടത്തിയായിരുന്നല്ലേ എന്താ ചെയ്യാവനെ? തല്ലി കൊല്ലില്ലേ? ഇങ്ങനെ ഒരു മകനില്ലാന്ന് കാണുന്നവരോടൊക്കെ പറയില്ലേ? പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാ ജയൻ ചെയ്തത്. എന്നാലും നീ ഒരു അമ്മയല്ലേ യശോദേ? തള്ളി പറയാൻ പറ്റുമോ അവനെ? ആ വിചാരം അവനും വേണ്ടേ? ഞാൻ അവന്റെ അമ്മയാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ യമുനയെ സങ്കടപ്പെടുത്തുമായിരുന്നു അവൻ. മായയെ ആരെങ്കിലും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ജയകൃഷ്ണൻ നമ്മുടെ വഴിക്ക് വന്നേനെ. മായയുടെ കല്യാണ ആലോചനകൾ മുഴുവൻ അവൻ ചെന്ന് മുടക്കുകയി നടത്തി. അവളെ അവനല്ലാണ്ട് വേറെ ആരും കല്യാണം കഴിക്കാൻ പാടില്ലത്രേ. തല്ലി വിട്ടിട്ട് നാണം കിട്ട് ആ മൂദേവിയുടെ പിന്നാലെ നടക്കുക അവൻ. എങ്ങനെയടുത്ത് ഞാൻ അവനെ മകനാന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നത്? അവിടെ സമാധാനം കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ നിന്റെ മനസ്സും ആകെ അസ്വസ്ഥമാണ്. എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല യശോദേ. ഞാൻ ശാരദയെ കണ്ടിരുന്നു, ശോഭ അശ്വതിയെ. രണ്ടുപേരും പറഞ്ഞ ഒരേ കാര്യം തന്നെയാ, മായ ജയകൃഷ്ണനെ സ്നേഹിക്കുന്നില്ലെന്ന്. അതിവനെന്താ മനസ്സിലാകാത്തത്? അവളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കി പോന്നൂടെ ആ അശ്രീകരത്തിനെ? അമ്മായി വിഷമിക്കൊന്നും വേണ്ട. ജയേട്ടൻ നാണം കെട്ട് തിരിച്ചു വരും. മായ ഒരു കാലത്തും ആ വീട്ടുകാര് ജയേട്ടന് കല്യാണം കഴിച്ചു കൊടുക്കില്ല. അത്രയ്ക്ക് ദേഷ്യമുണ്ട് നമ്മുടെ കുടുംബത്തോട് അവർക്ക്. പോരാത്തതിന് അമ്മയും ഞാനും ഇടയ്ക്കിടയ്ക്ക് പോയി നല്ല ഡോസ് കൊടുക്കുന്നുണ്ട്. നാണമുള്ളവരാണെങ്കിൽ ഇനി ജയേട്ടനെ പടിക്കകത്ത് കേട്ടില്ല. നീ പറയുന്നൊക്കെ ശരിയാ, പക്ഷെ ജയം വരണ്ടേ മായ വേണ്ടെന്ന് പറഞ്ഞ്? അതല്ലേ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. എല്ലാം ഉടനെ നടക്കണമെന്നുള്ള വാശി വേണ്ട. അതിന്
സമയം വേണ്ടിവരും. അമ്മായി യമുനയെ ആശ്വസിപ്പിക്കണം. മകന്റെ പെണ്ണാണെന്ന് പറഞ്ഞ് ഈ നിമിഷം വിളിച്ചോണ്ട് വന്നേനെ ഞാൻ അവളെ. പക്ഷേ ജയൻ കഴുത്തിലൊരു താലി ചേർത്തണ്ടേ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച്? അതാ വിളിച്ചോണ്ട് വരാത്തത്. സാരമില്ല, എല്ലാം നല്ലതിനാന്ന് വിശ്വസിക്കാം. ഗുരുവായൂരപ്പനൊരു വഴി കാട്ടി തരാണ്ടിരിക്കില്ല. ഓർമ്മയുണ്ടോ നിനക്കെന്നെ? ഒരുപാട് കാലം ഓർത്തു വെക്കാൻ പാകത്തിന് നിങ്ങൾ ആരാ? സൂപ്പർ സ്റ്റാർ മറന്നുവല്ലേ? പണ്ട് ഞാൻ ഈ നാട്ടിലെ സൂപ്പർ സ്റ്റാർ തന്നെ ആയിരുന്നു ഭരത. അവൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നാ ഞാൻ. അന്ന് നമ്മൾ രണ്ടുപേരും ക്രിമിനലുകളായിരുന്നു. ഒരു വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. നിനക്ക് ഈ കാക്കി ഉണ്ടായിരുന്നു. അന്ന് നീ ഇത് വിശ്വംഭരനെ പോലെയുള്ള ക്രിമിനലുകൾക്ക് കൈ തുടയ്ക്കാൻ കൊടുത്തു. ഇന്ന് ഞാൻ ആ പണി തന്നെ ചെയ്യുന്നു. വന്നതോ എന്നാ, നിന്നെ സുഖവാസ കേന്ദ്രത്തിൽ എത്തിച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടി പിഴിഞ്ഞെടുക്കാൻ പറഞ്ഞു വിശ്വംഭരം മുതലാളി. ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ അനുഭവിച്ചിട്ടാ ഞാൻ പുറത്തു വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല. പണ്ട് നമ്മൾ ഒരുമിച്ച് ഒരുപാട് പേരെ കള്ളക്കേസിൽ കുടുക്കി ലോക്കപ്പ് റൂമിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. മറന്നിട്ടില്ലല്ലോ? മറന്നിട്ടില്ല. നിന്റെ ശരീരത്തിലെ ഓരോ രോമകൂപത്തിൽ നിന്നും ചോര വരും. നഖങ്ങൾ പ്ലക്കർ കൊണ്ട് ഞാൻ പിഴുതെടുക്കും. അറിയാമല്ലോടെ നിനക്ക് എന്റെ കലാപരിപാടികളൊക്കെ. ചെറുപ്പത്തിൽ കുടിച്ച മുലപ്പാൽ പോലും നീ ഛർദ്ദിച്ചെന്ന് വരും. അതുകൊണ്ട് തിരിച്ചു വരണം പഴയ ഭരതനായിട്ട്, വിശ്വംഭര മുതലാളിയുടെ അടുത്തേക്ക്. അല്ലെങ്കിൽ അറിയാമല്ലോ ഈ ചന്ദ്രബോസിനെ. നിനക്കെന്നെ കൊണ്ടുപോവാം എങ്ങോട്ട് വേണമെങ്കിലും. പക്ഷേ ചെയ്യാത്ത കുറ്റത്തിനാണ് എന്നെ നീ ശിക്ഷിക്കുന്നതെങ്കിൽ ഭരതൻ ഒരു തവണ കൂടി മുതലാളിയെ കാണും. അവിടെ ഞാൻ ഉണ്ടാവുമടാ, ഒരു വേട്ടപ്പട്ടിയെ പോലെ. വേട്ടപ്പട്ടി എന്ന് പറഞ്ഞ് ആ മൃഗത്തെ അപമാനിക്കണ്ട. ഡിപ്പാർട്ട്മെന്റിന് നാണക്കേട് ഉണ്ടാക്കാൻ ഇങ്ങനെ കുറെ എണ്ണം ഉണ്ടാവും എപ്പോഴും സർവീസിൽ. എന്നെ കൊണ്ടുപോകുന്നത് ഉരുട്ടിപ്പിഴിയാനല്ലേ? അതേടാ, സുഖചികിത്സ. ഈ ബാലഗോപാലിനെ എണ്ണ തേപ്പിച്ച് നന്നായിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കും ഞാൻ. പേടിച്ച് കേട്ടിടവനെ. ഓക്കെ. ദാറ്റ്സ് ഫൈൻ. മാനസപുത്രന്റെ നിലവിളി കേൾക്കണമെന്നുണ്ടോ ഫോണിൽ കൂടി? വേണമെങ്കിൽ കേൾപ്പിച്ചുതരാം. ഞാൻ ചുമ്മാ ഒന്ന് ഡയൽ ചെയ്താൽ മതി. താരാട്ട് പോലെ ഒഴുകി വരും അവന്റെ നിലവിളി. വിശ്വേട്ടൻ ആരെപ്പറ്റി പറയുന്നത്? മനസ്സിലായില്ലേ? ഭരതൻ. ആരാണോ അവനെ നിലവിളിപ്പിക്കുന്നത്? നീ അറിയും ഭാനുമതി, മേനോന്റെ അനിയൻ. ഭരതനെ മെരുക്കിയെടുക്കാൻ മൂന്നാറി എന്ന് വിളിച്ചു വരുത്തിയ ഞാൻ അവനെ. എല്ലും കഷ്ണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പറയണതൊക്കെ ചെയ്യുക ജർമ്മൻ ഷെപ്പേർഡ്. അവനെ തല്ലി ചതച്ചാൽ മനസ്സു മാറി പഴയ ഭരതനായി തിരിച്ചു വരുമെന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയല്ല നിങ്ങളെന്ന് എനിക്കറിയാം. കൊള്ളാം. പറയുന്നതിനപ്പുറം കാണാനുള്ള കഴിവൊന്നും കൊണ്ടുപോകാൻ മതി. ഇന്ന് തല്ലി ചതച്ചാൽ നാളെ എന്റെ ഭരതനായിട്ട് തിരിച്ചു വരുമെന്നില്ലവൻ. ഇതൊരു തന്ത്രമാണ്. അശ്വതിയുമായുള്ളവന്റെ കല്യാണം നടക്കാതിരിക്കാനുള്ള ഗിമ്മിക്സ്. അത് കഴിഞ്ഞ് ഞാൻ തന്നെ പുറത്തു കൊണ്ടുവരുവാനെ. അപ്പോഴേക്കും തീരെ ചെറിയൊരു പാഠം പഠിച്ചിട്ടുണ്ടാവുക. എതിരെ വരുന്നത് സ്വന്തം തന്തയാണെങ്കിൽ പോലും ഈ വിശ്വംഭരൻ ബാക്കി വെക്കില്ലെന്നുള്ള പാഠം. ഈയിടെയായിട്ട് എനിക്കും തോന്നുന്നുണ്ട് വിശ്വേട്ട, നിങ്ങളുടെ ശബ്ദത്തിലെ പതർച്ച, പറയുന്നതൊക്കെ സത്യമാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം, പിന്നെ ഏറ്റവും ഒടുവിൽ ഒപ്പം താമസിക്കുന്ന ഭാര്യയോടുള്ള ഈ വീമ്പു പറച്ചിൽ. ഇതെന്റെ പഴയ വിശ്വേട്ടനല്ല. സത്യം പറ, നിങ്ങൾക്ക് പേടിയാണോ ഭരതനെ? അതുകൊണ്ടാണോ അവനേക്കാൾ ശക്തനാണെന്ന് നിങ്ങൾ മനസ്സിനെ കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്നത്? പേടിയോ? എനിക്കോ? അതും ഭരതനെ. ആദ്യമായി ലോഡ് ചെയ്ത റിവോൾവർ കൊടുത്തിട്ട്
ട്രിഗറിലൊന്ന് വെറുതെ അമർത്താൻ പറഞ്ഞപ്പോ പേടി കൊണ്ട് ആലില പോലെ വരച്ച ആ ഇത്തിരി പോന്ന ചെറുക്കന്റെ വിരലിൽ വിരൽ ചേർത്ത് ബുള്ളറ്റ് ഉതിർത്തത് ഞാനാ. അപ്പ പിടഞ്ഞു തീർന്നു 2 നിലവിളി. എന്നോട് യാത്ര പറഞ്ഞു പോയപ്പോഴും ഞാൻ കണ്ടിരുന്നു ഭരതന്റെ കണ്ണുകളിൽ അന്നത്തെ അതേ പേടി. അത് പേടിയല്ല, നിങ്ങളോടുള്ള സ്നേഹമായിരുന്നു. എതിരെ വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ള ധർമ്മസങ്കടമായിരുന്നു. എങ്കിൽ ആ ധർമ്മസങ്കടം ഇനി അവന്റെ കണ്ണുകളിൽ ഉണ്ടായിരിക്കില്ല. അത് നമ്മുടെ ചന്ദ്രബോസ് ഇടിച്ച് പിഴിഞ്ഞെടുത്തിരിക്കും. ഈ അമിതമായ ആത്മവിശ്വാസം വേണ്ട. മൃഗീയമായി തല്ലിച്ചതയ്ക്കുമ്പോ അറിയാതെ പോലും ഭരതന്റെ കണ്ണിൽ ഒരു തീപ്പൊരി വീഴല്ലേ എന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾ. എന്നെ തൊട്ടപ്പോ കണ്ടില്ലേത്? അതുപോലെ വീണ്ടും സംഭവിച്ചാൽ അവൻ വരും നിങ്ങളെ കാണാൻ. വിളിച്ചു പറഞ്ഞുകൂടെ ചന്ദ്രബോസിനോട് അവനെ ഉപദ്രവിക്കരുതെന്ന്? വിളിച്ചു പറയേണ്ടത് ചന്ദ്രബോസിനോടല്ല, ഭരതനോട്. ഞാനല്ല, നീ. എന്താണ് പറയേണ്ടതെന്ന് അറിയാലോ. പഴയ ഭരതനായി തിരിച്ചു വരികയാണെങ്കിൽ അപ്പൊ തുറന്നു വിടുവാനെ ആ നിമിഷം. അല്ലെങ്കിലോ? അല്ലെങ്കിൽ കൂടെ വരാമെന്ന് പറയുന്നത് വരെ തല കീഴാക്കി തൂക്കിയിടുവനെ. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാം, കണ്ണൊന്ന് അടയ്ക്കാൻ പോലും സമ്മതിക്കാം. ചത്തുപോയാൽ ഈ ബംഗ്ലാവിൽ സ്റ്റഫ് ചെയ്ത് വയ്ക്കും ഞാൻ, ദാ ഇതുപോലെ. എന്നാലും വൃത്തികെട്ട ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ ഒരിക്കലും അവനോട് പറയില്ല വിശ്വേട്ട. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം മനുഷ്യനായി ജീവിച്ചിട്ട് മരിച്ചോട്ടെ അവൻ. യെസ്, മഹേന്ദ്രൻ ഹിയർ. ഞാൻ വിശ്വംഭരന്റെ ഭാര്യ ഭാനുമതിയാ. ഭാനുമതി, അന്ന് പറയാൻ വെച്ചിരുന്ന ഒരു താങ്ക്സ് ഉണ്ട്, പറയട്ടെ? സാറും കുടുംബവും രക്ഷപ്പെട്ടല്ലോ, അതാ എന്റെ സന്തോഷം. ആ, വിളിച്ചത് എന്തിനാണെന്ന് പറഞ്ഞില്ല. ഭരതനെ പുതിയ ഡിവൈഎസ്പി ചന്ദ്രബോസ് അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അയാൾ ക്രൂരമായി പീഡിപ്പിക്കുകയാണ് അവനെ. മനുഷ്യപ്പറ്റില്ലാത്ത ഒരു ക്രിമിനലിനോട് ഇത്രയ്ക്ക് സിമ്പതി വേണോ? പ്രത്യുപകാരം ചോദിക്കല്ല, അരുതെന്ന് പറയരുത്. ഇനി ഒരു കാര്യം ഞാൻ ആവശ്യപ്പെടില്ല. നോക്കട്ടെ, അയാള് കേസ് പോലും ചാർജ് ചെയ്തോന്നു. ആ, സാരമില്ല, വേണ്ടത് ചെയ്തോളാം ഞാൻ. നന്ദിയുണ്ട് സർ. യു ആർ വെൽക്കം. പറയടാ, മുതലാളിയുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലാന്ന് പറയടാ. ചന്ദ്രബോസേ, വേണ്ട. വിശ്വംഭരൻ മുതലാളിയുടെ വിനീത വിധേയനാണെന്ന് തെളിയിക്കാൻ ഇത്രയും കലാപരിപാടികളൊക്കെ തന്നെ മതി. ഇനി എന്റെ ദേഹത്ത് തൊട്ട ഈ സുഖവാസ കേന്ദ്രത്തിലിട്ട് നിന്നെ നക്ഷത്രം എണ്ണിക്കും ഞാൻ. ആദ്യം തല്ലുകൊണ്ടത് നിന്നെയും നിന്റെ മുതലാളിയും പേടിച്ചിട്ടല്ല, അന്ന് നിന്നോടൊപ്പം ചേർന്ന് ഞാനും ചെയ്തിട്ടുണ്ടല്ലോ ഒരുപാട് ക്രൂരതകൾ. അതിന് പ്രായശ്ചിത്തം ചെയ്തതാ. വിട്ടേക്ക് ചന്ദ്രബോസേ, ഇല്ലെങ്കിൽ നിനക്ക് പാകമാകാത്ത ഈ കുപ്പായം ഇവിടെ ഞാൻ ഊരി വെപ്പിക്കും നിന്നെ കൊണ്ട്. മൂന്നാറിൽ നിന്നൊരു VIP വന്നില്ലേ, അയാളിപ്പോ ലോക്കപ്പിലുണ്ട്. തുറന്നു വിട്ടേക്ക്. ബംഗ്ലാവിലൊരു കാവൽ നായ വേണ്ടേ? തൽക്കാലം കൊണ്ടുപോയി ഗേറ്റിൽ പ്രദർശിപ്പിക്കും. ഏയ്, കാലം മാറി മുതലാളി, ഇതൊക്കെ പഴയ നമ്പറുകളാ. ഇതുകൊണ്ടൊന്നും എന്നെ തളയ്ക്കാൻ പറ്റില്ല. ഇതൊരു തുടക്കമേ വന്നുള്ളൂ. സൂക്ഷിക്കണം ഭരത, നിന്റെ പിറകെ നിഴൽ പോലെ ഞാനുണ്ട്. വിടാൻ പറ്റില്ലല്ലോ. നീ എന്റെ ഭാനുമതിയുടെ പിറക്കാതെ പോയ മകനാണ്. പിറക്കാതെ പോയ മകൻ. ഈ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നമ്മൾ തമ്മിൽ ഇനി കണ്ടുമുട്ടിക്കൂടാ. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ആ സ്ത്രീ വിധവയാകും. നിങ്ങൾക്ക് എന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. മനസ്സ് മാറി നിങ്ങൾ നല്ലവനാവണം. ഇനി ആരെയും ദ്രോഹിക്കില്ല എന്ന് തീരുമാനിക്കണം. കടന്നു പൊയ്ക്ക മുന്നിന്ന്, അല്ലെങ്കിൽ ഇവിടെ ഇട്ട് അവസാനിപ്പിക്കും ഞാൻ.
എങ്ങനെയെങ്കിലും ഒന്ന് തുറക്കണോ? സർ, ചാവിയില്ലാതെ എന്ത് പണ്ടാരെങ്കിലും ചെയ്യണോ? ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉണ്ടോ നോക്കട്ടെ സർ. ഹോ, വന്നപ്പോ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. ഭരതനെ പൊക്കോ എന്ന് പറഞ്ഞ് താൻ ഒരു മെഗാ ഷോ നടത്തിയപ്പോ ഒരു റിയാലിറ്റി ഷോ നടത്തി അവൻ തനിക്കിട്ട് പണി തന്നാണ്ട. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭരതന് തുല്യമായിട്ട് ഭരതൻ മാത്രമേ ഉള്ളൂ. മഹേന്ദ്ര സാറ് വിളിച്ചിരുന്നു ഭരതനെ തുറന്നുവിടാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോഴേക്കും അവനെന്നെ തള്ളിയിട്ടിട്ട് മുതലാളിയുടെ ഭാര്യ പറഞ്ഞിട്ടാ SP അവനെ തുറന്നുവിടാൻ പറഞ്ഞത്. സത്യത്തിൽ ആരാ മുതലാളിയുടെ ശത്രു? ഈ ഭരതനോ അത് മുതലാളിയുടെ ഭാര്യയോ? തുറന്നു വിടറോ? ഭരതനെ രക്ഷിച്ചു അല്ലേ? അവൻ എനിക്ക് മകനെ പോലെയാണെങ്കിൽ രക്ഷിക്കണ്ടേ ഞാൻ? രക്ഷിക്കണം. പക്ഷേ ഒരുപാട് കാലമൊന്നും നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല ഈ അമ്മയും മോനും കളി. നിങ്ങൾക്ക് അമ്മയും മോനും തമ്മിലുള്ള പവിത്രമായ സ്നേഹത്തിന്റെ വ്യാപ്തി അറിയില്ലല്ലോ. നിങ്ങൾക്കും ഒരമ്മയുണ്ടായിരുന്നില്ലേ വിശ്വേട്ട? നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടില്ലേ? അമ്മ മാത്രമല്ല, അച്ഛനും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ചത്തുപോയപ്പോ ഓർമ്മകൾ പോലും ഉപേക്ഷിച്ചു. അത്രേ ഉള്ളൂ. പിന്നെന്താ ഭരതന്റെ കാര്യത്തിൽ മാത്രം ഒരു പിടിവാശി? എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ എന്ന് കരുതി മറന്നുകൂടെ അവനെ? അത്ര എളുപ്പം മറക്കാൻ പറ്റുമോ ഭാനുമതി? തീയിൽ കുരുത്തവനല്ലേ. നല്ലവനായി നശിപ്പിച്ച പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖവാസം നടത്തുമ്പോ ഞാൻ ഉണ്ടാക്കി കൊടുത്തതൊക്കെ തിരിച്ചു തരണ്ടേ അവൻ? ഒന്നും ആരും ഉണ്ടാക്കി കൊടുത്തതല്ല, അവൻ സ്വയം നേടിയെടുത്തതാ. ആ നേട്ടത്തിന് അവകാശം പറയരുത്. ഞാനില്ലായിരുന്നെങ്കിൽ അവൻ ആരെങ്കിലും ആകുമായിരുന്നോ? അതിനവൻ ഇപ്പോഴും ആരും അല്ലല്ലോ. ആയിരുന്നു. ഈ നാട് വിറപ്പിച്ച പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ മുൾമുനയിൽ നിർത്തിയ ഗുണ്ട. ഇനി ഭരതന് ആ അഡ്രസ് വേണ്ട. അവന് വേണ്ടി നീ വക്കാലത്തുമായി വരരുത് ഭാനുവതി. എനിക്കത് ഇഷ്ടമല്ല. നിങ്ങളുടെ നീരാളി കൈകളിൽ നിന്ന് രക്ഷപ്പെടാനാ അവൻ ഇപ്പോഴാഗ്രഹിക്കുന്നത്. ഞാൻ കണ്ട സ്വപ്നം അത്. ആ സ്വപ്നത്തിൽ ഞാൻ ചോര വരട്ടും. പലതവണ വിളിച്ചിട്ടും കൂടെ വരില്ലെന്നാണ് അവന്റെ തീരുമാനമെങ്കിൽ അപ്പോൾ ഞാൻ നിശ്ചയിക്കും അവന്റെ ശേഷക്രിയ. പക്ഷെ നടക്കാൻ പോകുന്നത് ശേഷക്രിയ അല്ല വിശ്വേട്ട, അവന്റെ വിവാഹം. കൊല്ലാനും ചാവാനും വേണ്ടി മാത്രം ജനിച്ചൊരു ഗുണ്ടയ്ക്ക് വിവാഹ ജീവിതം വിധിച്ചിട്ടില്ല ഭാനുമതി. പറഞ്ഞു കൊടുക്കാറുന്നില്ല അശ്വതിക്ക് അവന്റെ ജന്മം എന്റെ ദാനമാണെന്ന്. അത് അവനും പറഞ്ഞാലോ വിശ്വേട്ട? നിങ്ങളുടെ ജീവിതം മാത്രമല്ല, ജീവനും അവന്റെ ദാനമാണെന്ന്. സ്വന്തമായി നിങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം അവൻ നേടിത്തന്നതാ. ചുണ്ടിലെ ഈ ചിരി പോലും അവൻ കൂടെയുണ്ടല്ലോ എന്നുള്ള അഹങ്കാരം കൊണ്ടുണ്ടായതാ. ഇനി അത് വേണ്ട. അവൻ ജീവിച്ചോട്ടെ. അശ്വതിയെ കല്യാണം കഴിച്ച് അവളോട് ചെയ്ത തെറ്റ് തിരുത്തിക്കോട്ടെ. ആ തെറ്റ് അത്ര പെട്ടെന്ന് തിരുത്താൻ ഞാൻ സമ്മതിക്കില്ല ഭാനുവതി. അശ്വതിയുടെ കണ്ണിലെ പകയുടെ കനൽക്കട്ടകൾ എന്താ പെട്ടെന്ന് കെട്ടുപോയത് അതറിയണോ ആദ്യം? നേരിൽ കാണുന്ന നിമിഷം ഭരതന്റെ ചങ്ങിലേക്ക് അവളൊരു കറിക്കത്തിങ്ങനെ കുത്തിയിറക്കുമെന്ന് കരുതിയതാ. അതിനു പകരം കല്യാണം. എന്ത് പറ്റിയ പെണ്ണിന്? ഒന്നും പറ്റിയിട്ടില്ല. അവൾ കണ്ടിട്ടുണ്ടാവും എന്റെ ഭരതന്റെ മനസ്സ്. അങ്ങനെ ഒരു സാധനം അവൻ ഉണ്ടായിരുന്നില്ല ഭാനുമതി. ജയിലിലേക്ക് പോകുന്നവന് പിന്നെ എപ്പോഴാ അതൊരു അത്ഭുതം പോലെ പൊട്ടി മുളച്ചത്? അതറിയണമെങ്കിൽ നിങ്ങളും അവനെ പോലെ മനുഷ്യനാവണം. ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് മനസ്സുരുകി പരിതപിക്കണം. അപ്പൊ നിങ്ങൾക്കും കിട്ടും പവിത്രമായൊരു മനസ്സ്. തൽക്കാലം എനിക്ക് അങ്ങനെയുള്ള പാരിതോഷികങ്ങളൊന്നും വേണ്ട. കാണുമ്പോൾ ഒരു കാര്യം ഭരതനോട് മറക്കാതെ പറഞ്ഞേക്കണം. എന്റെ കൺവെട്ടത് മനുഷ്യനായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല അവനെ. ലോക്കപ്പിൽ കയറ്റി പിഴിഞ്ഞെടുത്ത പോലെ ഇനിയും പലതും ചെയ്യും ഞാൻ. അന്ന് പറഞ്ഞതുപോലെ അവൻ സ്നേഹിക്കുന്നവരെ മുഴുവൻ കൊന്നിട്ട് അവനെ മാത്രം ബാക്കി വയ്ക്കും ഞാൻ. എന്നിട്ടും ഈ വിശ്വംഭരം വിളിക്കുന്നിടത്തേക്ക് അവൻ വന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ നേർക്കുനേരെ? നിങ്ങളെപ്പോലൊരു മനുഷ്യന്റെ പിടിയിൽ നിന്ന് എങ്ങനെയാ ഭരതനെ രക്ഷിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആരാ ബാക്കി ഉണ്ടാവുന്നതെന്നും തീർച്ചയില്ല. അത്
വിധി തീരുമാനിക്കട്ടെ. ഇപ്പോ വിധി മറ്റൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു ഭാനുമതി. ജീവനുള്ള അശ്വതിയുടെ കഴുത്തിൽ ഭരതന് താലി കെട്ടാൻ പറ്റില്ല. അപ്പോഴേക്കും കൊന്നിട്ടുണ്ടാവും ഞാനോളെ. എന്തിനാ വീണ്ടും എന്നെ കാണണമെന്ന് പറഞ്ഞത്? വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഉണ്ട്. മനസ്സിൽ കാത്തുവെച്ച ആ രഹസ്യത്തിന്റെ ഭാരം എത്ര വലുതാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. അതാരെയും അറിയിക്കാതെ എന്റെ മനസാക്ഷിയോട് പോലും പറയാതെ കൊണ്ടു നടന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. ഇത്രയും നാൾ എൻ്റെ മായയെ കാണുമ്പോൾ ഒരുതരം നിർവൃതിയായിരുന്നു. ഇപ്പൊ അവളെ കാണുമ്പോൾ വല്ലാതെ പേടി തോന്നുന്നു. എന്നെങ്കിലും ഭരതൻ മായയെ തിരിച്ചറിഞ്ഞാലോ എന്നുള്ള പേടി അല്ലേ? അതെ. അങ്ങനെ സംഭവിച്ചാൽ എന്തു ചെയ്യും? അറിയില്ല. തിരിച്ചു കൊടുക്കേണ്ടി വരും. കാരണം മായ നിങ്ങളുടെ ആരും അല്ലല്ലോ. ഇങ്ങനെ ശിക്ഷിക്കാനായിരുന്നെങ്കിൽ വാസന്തി എന്തിനാ അന്ന് ആ കുഞ്ഞിനെ എനിക്ക് തന്നത്? പറഞ്ഞല്ലോ, ആ കുരുന്നിന്റെ ജീവൻ രക്ഷിക്കാൻ. ഒന്നും എനിക്കറിയണ്ടായിരുന്നു. ആ രഹസ്യം ആരും അറിയാതെ മാഞ്ഞു പോയാ മതിയായിരുന്നു. സത്യം അങ്ങനെ മാഞ്ഞു പോവില്ല. ഇനിയും എന്താ പറയാനുള്ളത്? പേടിക്കണ്ട. ഞാൻ പറഞ്ഞു ഭരതൻ ഒന്നും അറിയില്ല. പക്ഷെ അവന്റെ മുൻപിൽ ഇപ്പൊ ഞാൻ അഭിനയിക്കുക. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ്. ഭരതൻ ഓർമ്മയുണ്ടോ നഷ്ടപ്പെട്ടു പോയ അനിയത്തിയുടെ മുഖം? അവനറിയാം അങ്ങനെ ഒരു അനിയത്തി ഉണ്ടായിരുന്നുവെന്ന്. നിങ്ങൾക്കറിയാമോ, ഞാൻ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ശാരദയോട് പറഞ്ഞു അല്ലേ? പറയാതിരിക്കാൻ പറ്റിയില്ല. ഇന്നോളം ഒരു കാര്യവും ഞാൻ അവളിൽ നിന്നും മറച്ചു വെച്ചിട്ടില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ചോദിച്ചുവെന്ന് മാത്രം. ആരോടും പറയാതെ ഒരു രഹസ്യം മനസ്സിൽ സൂക്ഷിച്ചു വച്ചിട്ടുള്ളതിന്റെ വീർപ്പുമുട്ടലിൽ ഒഴുകുകയാണ് ഞാൻ. ഭരതൻ വീട്ടിൽ വന്നപ്പോഴും ഞാൻ പേടിച്ചു. മായ ഓർക്കാപ്പുറത്ത് കയറി വരല്ലേ എന്ന് പ്രാർത്ഥിച്ചു. ഇനിയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലല്ലോ ഭരതനെ. മനസ്സിലാക്കിയെടുത്തോളം മതിയായി. എന്റെ കാല് അതിന്റെ സ്മാരകമാ. അശ്വതി അവനെ മനസ്സിലാക്കിയല്ലോ. അവൾക്ക് ഭ്രാന്താണ്. വിശ്വേട്ടന് ആ കല്യാണം ഇഷ്ടമല്ലെന്നറിയാലോ. ഇഷ്ടമല്ലേ? നന്നായി. പക്ഷേ അദ്ദേഹം വെറുതെ ഇരിക്കില്ല. ഇത്ര പെട്ടെന്ന് അശ്വതിയുടെ മനസ്സ് മാറുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. ഇനി അതും ഒരു ദുരന്തമാവും. അന്നേ അവൻ എന്നെ കൊല്ലാമായിരുന്നു. എന്തിനാ ബാക്കിയാക്കിയത്? നല്ലത് ചിന്തിച്ചൂടെ? അശ്വതിക്ക് ഭരതൻ പുതിയൊരു ജീവിതം കൊടുക്കുമെന്ന് വിശ്വസിച്ചൂടെ? വിശ്വസിക്കാൻ ശ്രമിച്ചു നോക്കി. നിങ്ങൾ പറഞ്ഞതുപോലെ അവൻ നല്ലവനാണെന്ന് ഉള്ളിൽ പലവട്ടം പറഞ്ഞു നോക്കി. പക്ഷേ മനസ്സ് സമ്മതിച്ചു തരണില്ല. ഭരതന്റെ കയ്യിൽ ഇപ്പോഴും ചോരയുടെ മണമുണ്ട്. ആ കൈകൊണ്ട് അവൻ അശ്വതിയുടെ കഴുത്തിൽ താലി ചാർത്തിയാൽ അതെങ്ങനെ കണ്ടു നിൽക്കും ഞാൻ? അതിലും ഭേദം മരിക്കണതല്ലേ? നമ്മളൊക്കെ അങ്ങനെയാ. കൺമുൻപിലുള്ള സത്യം ബോധ്യപ്പെടണമെങ്കിൽ ഒരുപാട് തെളിവുകൾ വേണ്ടിവരും. അതൊന്നുമില്ലാതെ തന്നെ എന്റെ ഭരതൻ നല്ലവനായിട്ടാ തിരിച്ചു വന്നിരിക്കുന്നത്. അതെനിക്ക് ഉറപ്പുണ്ട്. അവന്റെ കണ്ണുകളിൽ ഞാനത് കണ്ടു. ഇപ്പൊ എനിക്ക് ഉറപ്പുണ്ട് എന്റെ ഭർത്താവിന്റെ കൂടെ ഇനി അവനുണ്ടാവില്ല. മറ്റൊന്നുകൂടി ഇനി നിങ്ങൾ അറിയണം. വിശ്വേട്ടൻ അശ്വതിയെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി അവൾ വിശ്വേട്ടന്റെ കൈകൊണ്ട് മരിക്കില്ല. ഭരതൻ അത് അനുവദിക്കില്ല.
മൂന്നാറിൽ നിന്ന് വന്ന പുതിയ DYSP ചന്ദ്രദാസ് വലിയൊരു സംഭവം തന്നെയാ വിശ്വംഭര. എനിക്കെതിരെ പടനയിക്കാൻ കൊണ്ടുവന്നതല്ല അവനെ. ഏതോ തട്ടുപൊളുപ്പൻ ഹിന്ദി സിനിമയിൽ നിന്നും നേരിട്ട് ഇറങ്ങി വന്ന പോലെ ഉണ്ട്. നിനക്കെതിരെ പടം നയിക്കാൻ എനിക്കൊരു പടത്തലവന്റെ ആവശ്യമില്ല മഹേന്ദ്ര. ഞാൻ മൂന്നാറിൽ നിന്ന് അവനെ ഇറക്കുമതി ചെയ്തത് നിന്നെ കൈകാര്യം ചെയ്യാനല്ല. ആ കഥ ഞാനും കേട്ടു, ഭരതനെ കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ടായിരുന്നോ വെറുതെയുള്ള അറസ്റ്റും അനുബന്ധ നാടകങ്ങളും? അതൊന്നും നാടകമല്ല മഹേന്ദ്ര, സത്യം തന്നെ. കേട്ടല്ലേ കഥയിലെ ഓർക്കാപ്പുറത്തുള്ള ട്വിസ്റ്റ് എന്നൊക്കെ? അത് സംഭവിച്ചു. അവനിപ്പം മറുവശത്താ. ഈ വിശ്വംഭരൻ തനിച്ചു. അതുകൊണ്ടാ ചന്ദ്രദാസിനെ കൊണ്ടുവന്നത്. ഇപ്പോഴും പറഞ്ഞിട്ടില്ല ആരെ ഒതുക്കാനാ ഈ രണ്ട് ഗുണ്ടകൾ തമ്മിലുള്ള കള്ളക്കളിയെന്ന്. എന്നാ പിന്നെ അതിനൊരു തിരുത്ത് വേണ്ട. കഥ അങ്ങനെ തന്നെ നാടറിഞ്ഞോട്ടെ. അശ്വതിയെ സ്വന്തമാക്കാനാണ് ഭരതൻ ഈ നാടകം കളിക്കുന്നതെങ്കിൽ പറഞ്ഞേക്കണം അവനോട്, ഈ മഹേന്ദ്രൻ പിന്നാലെ തന്നെ ഉണ്ടാവുമെന്ന്. അത് നേരിട്ട് തന്നെ അങ്ങ് പറഞ്ഞൂടെ? അതല്ലേ അതിന്റെ ഒരു സ്റ്റൈല്. അല്ലല്ലോ വിശ്വംഭര, എനിക്ക് മാത്രമായിട്ടൊരു സ്റ്റൈലുണ്ട്. ഒരു ദിവസം ഞാനത് കാണിക്കും. നിന്നെയും ഭരതനെയും ഒരു വിലങ്ങിന്റെ രണ്ടറ്റത്ത് ബന്ധിച്ച് നാട് നീളെ കൊണ്ടു നടക്കുമ്പോ അന്ന് നിന്റെ ജാതകം ഞാൻ തിരുത്തി എഴുതും മഹേന്ദ്ര. ശേഷം അന്ത്യം. അതപ്പോഴല്ലേ. ഇപ്പോ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ഭരതൻ അശ്വതി വിവാഹം കഴിക്കാൻ പോവല്ലേ? ഞാനും കേട്ടു അങ്ങനെ. അത് നടത്തിക്കൊടുക്കുന്നത് നിങ്ങളല്ലേ? അല്ലല്ലോ മഹേന്ദ്ര, അത് അശ്വതിയുടെ വീട്ടുകാരല്ലേ. ആയിക്കോട്ടെ, അവൾ എന്തിനാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞാലും അശ്വതി ജീവിക്കണം. മനസ്സിലായില്ല. സ്റ്റൗ പൊട്ടിത്തെറിച്ചോ പാണ്ടി ലോറിക്ക് അടിയിൽപ്പെട്ടോ അശ്വതി കൊല്ലപ്പെട്ടാൽ അപ്പോ ഞാൻ വരും. വിശ്വംഭരനെയും ഭരതനെയും അറസ്റ്റ് ചെയ്ത് അതൊരു ആഘോഷമാക്കാൻ. ആ ആഘോഷത്തിന് തായമ്പകയും വെടിക്കെട്ടും ഞാൻ സ്പോൺസർ ചെയ്യാം. ആഘോഷം കൊഴുപ്പിക്കണ്ടേ നമുക്ക്? കൊഴുപ്പിക്കണം. അതിന് തായമ്പകയും വെടിക്കെട്ടും അല്ല വേണ്ടത്. ഫോറസ്റ്റ് റേഞ്ചർ ഭാസ്കര മേനോനെ തീപ്പന്തം പോലെ കത്തിച്ച ഒരു സ്കൗണ്ടറിന്റെ നിലവിളി. ഒരുപാട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ മനസ്സ് പറയുന്നുണ്ടല്ലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലല്ലോ. ഒന്ന് ഉറക്കെ പറയാൻ പറഞ്ഞൂടെ? പറയണമെന്നുണ്ട്. പിന്നെന്തിനാ മടിക്കുന്നേ? ചോദിക്കട്ടെ, എന്നെ എങ്ങനെയാ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞത്? അറിഞ്ഞൂടാ. പക്ഷേ പക്ഷേ ആ മുഖത്ത് ഞാൻ മനസ്സ് കണ്ടു. പക്ഷെ മറ്റാർക്കും അത് കാണാൻ കഴിയുന്നില്ലല്ലോ. ഭാനുമതി അടുത്തേക്ക് കഴിഞ്ഞല്ലോ. ഒരമ്മയ്ക്ക് മകനെ മനസ്സിലാക്കാൻ ആരുടെയും സഹായം വേണ്ട. പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴാ സ്നേഹത്തിന്റെ ആഴം ഞാൻ അറിഞ്ഞത്. എന്നെ എപ്പോഴാ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്? സത്യം പറഞ്ഞോട്ടെ? സത്യം തന്നെ പറയണം. ആദ്യം കണ്ടപ്പോ തന്നെ. പിന്നെന്തിനാ എന്നെ? അതെന്റെ സ്വാർത്ഥമാണ്. നിന്നെ ഒരിക്കലും വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണോ ഒരു പാവം പെണ്ണിന്റെ ജീവിതം പിച്ച് ചീന്തിയത്? മുതലാളി അന്നങ്ങനെ പറഞ്ഞപ്പോ? ആര് പറഞ്ഞാലും അത് തെറ്റല്ലേ? ഇപ്പൊ എന്തിനാ അതൊക്കെ ഓർക്കുന്നത്? ഓർക്കുന്നതല്ല, മനസ്സിൽ നിന്ന് അതൊക്കെ തൂത്ത് കളയുന്നതാ. എന്തിനാ? അവിടെ പുതിയത് എഴുതി വെക്കാൻ. എന്താ എഴുതാൻ പോകുന്നത്? ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയത് അപൂർവ ഭാഗ്യമായി തേടി വന്ന കഥ. അത് കഥയല്ല ശ്രുതി, ജീവിതമാണ്. ആ ജീവിതമാ ഞാൻ കഥയാക്കുന്നത്. തുറന്നു ചോദിക്കട്ടെ, ഈ ഇഷ്ടം സത്യമാണോ? എന്റെ മനസ്സിന്റെ നേരെ അത്. ഒരാളെ വെറുത്ത് പിന്നെയും വെറുത്ത് ഒടുവിൽ സ്നേഹിക്കാൻ പറ്റൂ? പറ്റുമെന്ന് ഇപ്പൊ അറിഞ്ഞില്ലേ?
ശപിക്കപ്പെട്ട ഭൂതകാലം വേട്ടയാടാൻ വരുമ്പോ ഒരു മന്ത്രം പോലെ നിന്റെ പേര് 1000 വട്ടം പറഞ്ഞോട്ടെ ഞാൻ. അങ്ങനെ പറഞ്ഞിട്ടും രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിലോ? അപ്പോ പേരിന് പകരം എന്റെ മുന്നിലുള്ള ഈ മുഖം ഓർമ്മിക്കും ഞാൻ. എന്റെ വീട്ടുകാരെ ധിക്കരിച്ച ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നത് അവസാനം വരെ എന്റെ കൂടെ ഉണ്ടാവില്ലേ? ഏയ്, അവസാനം വരെ എന്ന് പറയണ്ട, അറം പറ്റും. ജീവിതകാലം മുഴുവനും തിരുത്താം. ജീവിതം തിരുത്താൻ പറ്റില്ലല്ലോ. എന്താ പറ്റാത്ത? ഒരു നിലവിളി പിന്തുടരില്ലേ? ആ തെറ്റ് കൂടെ കൂടെ പറയുന്നത് എന്നെ വേദനിപ്പിക്കാനാണോ? ഇത് വേദനയല്ല, നീറ്റില്ല. എല്ലാം നഷ്ടപ്പെട്ട ഒരു മനസ്സിന്റെ നൊമ്പരം. ഇനി ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല ആ മനസ്സ്. വൈകി കിട്ടുന്ന ഒരു സാന്ത്വനം. ഈ വിവാഹത്തിന് സമ്മതിച്ചത് പൂർണ്ണ മനസ്സോടെയാണോ? എന്താ സംശയം? ഏയ്, സംശയമൊന്നുമില്ല. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ? പോകാൻ പറയില്ല. നീ അടുത്ത് നിൽക്കുമ്പോ ലോകം കീഴടക്കിയ നിർവൃതിയാ. പോകാൻ പറയണം, എന്നാലേ എനിക്ക് പോകാൻ പറ്റൂ. കാരണം ഈ സാന്നിധ്യം ഞാനും ഇഷ്ടപ്പെട്ടു തുടങ്ങി. ആദ്യം കണ്ടപ്പോ കൊല്ലാൻ തോന്നിയില്ലേ? ഇല്ല. അതെന്താ? വർഷം ഒരുപാടായില്ലേ, വേദനയുടെ നീറ്റിൽ കുറഞ്ഞു. അമ്മയോട് ഞാൻ പറഞ്ഞോട്ടെ? എന്ത്? നിന്നെ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന്. അപ്പൊ വിശ്വംഭരനോ? അയാളിപ്പോ എന്റെ ആരുമല്ല. അപ്പൊ പിന്നെ കല്യാണം ആരും പങ്കെടുക്കില്ല. വിഷമിക്കരുത്. എനിക്കും വരാനാരുമില്ല, ആകെയുള്ളത് അമ്മയാ. അമ്മ വേണം മകനെ തിരുത്താത്തതിന് ശിക്ഷ കൊടുക്കാൻ. ശിക്ഷ? സ്നേഹസമ്മാനം. വരൂ. യശോദ എവിടെ? അവൾ ശോഭയും കൂട്ടി പഴയ വീട്ടിലേക്ക് പോയിരിക്കുക. എന്തോ പൂജ നടത്താനുണ്ടത്രേ. ഏതോ ഒരു ജോത്സ്യന് എന്തോ പറഞ്ഞെന്ന് കരുതി ഇങ്ങനെ വിട്ടിത്തം കാണിക്കുവാരെങ്കിലും. യശോദ കൊട്ടുന്ന താളത്തിന് തുള്ളാൻ ഇപ്പൊ ശോഭയുണ്ട് കൂടെ. ആ ജോത്സ്യം പറഞ്ഞതാ ജയകൃഷ്ണന്റെ കല്യാണം നടക്കുമെന്ന്. എന്നിട്ട് നടന്നോ? ജയകൃഷ്ണന്റെ വല്ല വിവരവും കിട്ടിയോന്നറിയാൻ വന്നതാ ഞാൻ. പ്രത്യേകിച്ച് വിവരമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ എങ്ങനെ വരും അവൻ ഈ വീട്ടിലേക്ക്? കല്യാണം നടന്നില്ലെന്നറിഞ്ഞപ്പോ ഉറഞ്ഞു തുള്ളുകയായിരുന്നു യശോദ. കണ്ട ഉടനെ ചീത്ത പറഞ്ഞ് ജയനെ ദേഷ്യം പിടിപ്പിച്ചു. ഇനി ഇങ്ങോട്ട് വരില്ലെന്നും പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോയത്. ഇരിക്കേ. യശോദയ്ക്ക് മുൻകോപം കൂടുതല, അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അമ്മയും മോനും തമ്മിലുള്ള പിണക്കല്ലേ, അതൊന്നും അധികം നീണ്ടു നിൽക്കില്ല. ഇവിടെ അല്ലാതെ ജയൻ വേറെ എവിടെ പോവാനാ? നമ്മൾ അല്പം താന്നു കൊടുക്കണം. ജയകൃഷ്ണൻ എവിടെയാണെന്ന് അറിയാമെങ്കിൽ ഒന്നുപോയി അന്വേഷിച്ചൂടെ? അന്വേഷിച്ച് കണ്ടുപിടിച്ചാലും യശോദയുടെ സമ്മതം കൂടാതെ അവനെ ഈ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റുമോ? ആദ്യം എല്ലാം ഒന്ന് ആറി തണുക്കട്ടെ. എന്നാലും ആശ്വസിക്കാൻ പറ്റില്ല. എത്ര കാലമെന്ന് കരുതി യമുന ജയകൃഷ്ണനെ കാത്തിരിക്കും? അതും ഒരു സത്യമാണ്. ജയനെ വിശ്വസിച്ച് കാത്തിരിക്കണമെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ഇപ്പോൾ യമുന വല്ലാത്തൊരു വാശിയില്ല. എത്ര കാലം വേണമെങ്കിലും ജയനെ കാത്തിരിക്കുമെന്ന് അവൾ പറഞ്ഞു. അതിനിടയിൽ ജയകൃഷ്ണൻ മായ കല്യാണം കഴിച്ചാലോ? വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഇനി നമ്മൾ എന്തും പ്രതീക്ഷിക്കണം. ഹർഷനെ ഞാൻ കണ്ടിരുന്നു. അവൻ പറയുന്നത് ജയകൃഷ്ണന്റെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണേ ഉണ്ടാവൂവെന്ന്. അത് യമുനയല്ല, മായയാണെന്ന്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താ കാര്യങ്ങൾ. ജയൻ മായയെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ആര് വിചാരിച്ചാലും ആ ബന്ധം തകർക്കാൻ പറ്റില്ലാന്നും എനിക്ക് തോന്നുന്നുണ്ട്. അതിന് മായയ്ക്ക് ഇഷ്ടമല്ലല്ലോ അവനെ. പലവട്ടം അവൾ പറഞ്ഞിട്ടില്ലേ ഇഷ്ടമല്ലതും വെറുപ്പാണെന്നും. പിന്നെ എങ്ങനെ അവരുടെ ബന്ധം നിലനിൽക്കും? മായയും ജയകൃഷ്ണനെയും ഒന്നിച്ചു ചേർക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ പെണ്ണിന്റെ മനസ്സ് നമുക്കാർക്കും പൂർണ്ണമായും പഠിക്കാൻ പറ്റില്ലല്ലോ. ഈ കല്യാണാലോചന നടക്കുന്ന ദിവസങ്ങളിലൊക്കെ ചെന്ന് ചേട്ടന്റെ തല്ലുകൊള്ളുന്ന ജയകൃഷ്ണനെ വെറുപ്പാണെന്ന് പറയുമ്പോഴും വെറുക്കാൻ പറ്റുമോ മായയ്ക്ക്? അപ്പോൾ യമുനയുമായിട്ടുള്ള അവന്റെ കല്യാണം? അതിനെക്കുറിച്ച് രണ്ടു വീട്ടുകാരും തമ്മിൽ ഗൗരവമായിട്ട് ആലോചിക്കണം.
യമുനയുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. അവൾ ഈ വീട്ടിലെ മരുമകളായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരുന്നു. അത്രയ്ക്കിഷ്ടമാണ് എനിക്ക് അവളെ. എന്റെ കണ്ണടയുന്നതിന് മുൻപ് യമുനയെ ജയനെ ഏൽപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ ജയന് യമുനയെ സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ അവരുടെ കല്യാണം നടക്കാൻ പാടില്ല. യശോദയ്ക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. കല്യാണം കൊണ്ട് മാത്രമല്ലല്ലോ രണ്ടു വീട്ടുകാരും തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നത്. എന്റെ മോളോട് ഇനി എന്ത് പറയണം ഞാൻ? അവളെ സ്നേഹിക്കാത്ത ആളെ അവൾ എന്തിനാ സ്നേഹിക്കുന്നത്? നല്ല ചെറുപ്പക്കാരിഷ്ടം പോലെ ഇല്ലേ? അവൾക്ക് ചേരുന്നൊരു ചെറുക്കനെ കണ്ടെത്തണം. കല്യാണം കഴിച്ച് അന്തസ്സായി ജീവിക്കാൻ പറയണം. എന്റെ മകനെ മറക്കണം അവള്. വസുന്ധരയെ പോലെ, ശോഭയെ പോലെ യമുനയും എന്റെ മകൾ തന്നെയാ. അതുകൊണ്ടാ ശക്തമായൊരു നിലപാടെടുക്കാൻ ഞാൻ പറയുന്നത്. പലർക്കും സ്നേഹിച്ചയാളിൻ്റെ ഒപ്പം ജീവിക്കാൻ അവസരം കിട്ടിയെന്ന് വരില്ല. കിട്ടിയ ആളെ സ്നേഹിക്കണം. അത് നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട പാഠം. അച്ഛൻ ഇവിടെ ഇരിക്കെ, ഞാനിപ്പോ വരാം. വേഗം വരണം. നിന്റെ അമ്മ സാധാരണ ചെയ്യാറുള്ളത് പോലെ സീറ്റ് ബെൽറ്റ് ഇട്ട് ഒരുപാട് നേരം ഇരുത്തരുത്. അത് ഇരുന്ന് കൊടുത്തിട്ടല്ലേ. അമ്മയെ പേടിച്ച് ജീവിക്കുന്നതുകൊണ്ടാ മക്കള് പോലും അച്ഛനെ അനുസരിക്കാത്തത്. നീ ഉദ്ദേശിച്ചത് ജയേഷന്റെ കാര്യമല്ലേ? മനസ്സിലായി. പക്ഷേ മോളെ, മക്കൾ ഇഷ്ടപ്പെട്ട ഒരാളെ സ്നേഹിക്കുന്നത് അച്ഛനോട് ചോദിച്ചിട്ടാണോ? അല്ലല്ലോ. സ്നേഹിക്കുന്നവരെ പിരിക്കരുത്. അന്വേഷിച്ച് അവരുടെ കല്യാണം നടത്തി കൊടുക്കണം. ജയേഷൻ മായയെ കല്യാണം കഴിച്ചാൽ ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴൂ. ദേ അച്ഛൻ, എനിക്ക് തർക്കിക്കാൻ ഒട്ടും സമയമില്ല. പക്ഷെ ഒരു കാര്യം മാത്രം പറഞ്ഞേക്കാം, ഇതൊന്നും അമ്മയോട് പറഞ്ഞേക്കരുത്. പറഞ്ഞാൽ ചിലപ്പോ ആകാശം ഇടിഞ്ഞു വീണേക്കും. നീ പറയാതെ തന്നെ എനിക്കത് അറിയാം മോളെ. വലിയ വീട്ടിലെ യശോദയല്ലേ അവൾ. പേടിക്കാതെ പറ്റുമോ? ഞാൻ പോയിട്ട് വരാം. ശരി, വേഗം വരണം. ശരി. എത്രയായി? 50. ഏട്ടാ, ഏട്ടാ, എന്താടി? എവിടെയായിരുന്നു ഇത്ര നാളും? ബാങ്കിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീനും 14 തന്നെയല്ലേ? അതെന്താ, മീനം 14 ബാങ്കിന്റെ മീറ്റിംഗ് വെച്ചൂടെ? ദേ കണ്ണടച്ച് ഇരുട്ടാക്കണ്ട. യമുനേട്ടത്തെ കല്യാണം കഴിക്കാതിരിക്കാൻ ഏട്ടൻ ഇവിടുന്ന് മാറിയതാണെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാമെങ്കിൽ പിന്നെ ചോദിച്ചെന്തിനാ? ഏട്ടന് ഒട്ടും കുറ്റബോധം ഇല്ലേ? ഞാൻ തെറ്റിയതില്ലല്ലോ, പിന്നെന്തിനാ കുറ്റബോധം? ഒരു പെണ്ണിന്റെ ജീവിതം തകർത്തില്ലേ, അതും ന്യായീകരിക്കോ? ദേ, എന്നെ ചോദ്യം ചെയ്യാനൊന്നും വരണ്ട. തെറ്റിയത് ഞാനല്ല, നിങ്ങളൊക്കെ. 1000 വട്ടം പറഞ്ഞല്ല ഞാൻ യമുനയെ കല്യാണം കഴിക്കാൻ പറ്റില്ലാന്ന്. എന്നിട്ട് കല്യാണ കത്തടിച്ച് ആളുകളെയൊക്കെ ക്ഷണിച്ച് തറവാട്ടുകാവിൽ എന്നെ കാത്തിരുന്നത് ആര് പറഞ്ഞിട്ടാ? ഏട്ടന് പറയാൻ ഒരുപാട് ന്യായങ്ങളുണ്ട്. പക്ഷെ യമുനടുത്തേക്ക് ചോദിക്കുന്നവരോടൊക്കെ ചെറുക്കന്റെ സമ്മതമില്ലാതെയാണ് കാർഡ് അടിച്ചതും ക്ഷണിച്ചതും എന്നൊക്കെ എല്ലാവരോടും പറയാൻ പറ്റുമോ? ഏട്ടൻ കാണേണ്ടതായിരുന്നു കാവിൽ വിങ്ങിപ്പൊട്ടി നിന്ന യമുനേട്ടത്തിയുടെ മുഖം. ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്ന് ഏട്ടൻ ആലോചിച്ചിട്ടുണ്ടോ? നിന്റെയും വസുന്ധരയുടെ സ്ഥാനത്താ ഞാൻ യമുനയെ കണ്ടിരുന്നെന്ന് രണ്ടു വീട്ടുകാർക്ക് അറിയായിരുന്നില്ല. പെങ്ങളെപ്പോലെ കരുതുന്ന ഒരു പെണ്ണെ കല്യാണം കഴിക്കാൻ പറയുന്നത് തെറ്റാണെന്ന് നിനക്കെങ്കിലും പറയായിരുന്നില്ല. അസലായിട്ടുണ്ട് അഭിനയം. പക്ഷേ സത്യം അധികം നാൾ മൂടി വെക്കാൻ പറ്റില്ല. ഈ കല്യാണം നടക്കാതിരുന്നത് ചേട്ടൻ മായ എന്നൊരു അലവലാതി പെണ്ണിനെ സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ? മായ ഇഷ്ടമാണെന്ന് യമുനേട്ടത്തിയുടെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നിട്ടും എന്തിനാ യമുന അണിഞ്ഞൊരുങ്ങി കാവിലേക്ക് പോയത്? ഇതുപോലെയൊക്കെ സംഭവിക്കുന്ന അവൾക്ക് മനസ്സിലായിട്ടും. എന്തൊക്കെ പറഞ്ഞാലും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് സ്വന്തം മനസാക്ഷിയെ പോലെ ഏട്ടന് വിശ്വസിപ്പിക്കാനാവില്ല. നിങ്ങളൊക്കെ യമുനയുടെ ജീവിതം മാത്രമേ കാണുന്നുള്ളൂ. എന്റെ ജീവിതം എങ്ങനെയായാലെന്താ? യമുനേട്ടത്തെ എന്തെങ്കിലും അവിവേകം കാട്ടിയെന്ന് കേട്ടാലും ചേട്ടൻ ഇങ്ങനെ തന്നെ പറയും. ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പുള്ളത് കിട്ടുമെന്ന് കരുതി വെറുതെ കാത്തിരുന്നത് അവളുടെ തെറ്റ്. ആ തെറ്റ് യമുനയ്ക്ക് മനസ്സിലായി. പക്ഷേ നിനക്ക് നിന്റെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എല്ലാം മനസ്സിലാക്കി തരുന്ന ഒരാള് കാറിനടുത്തുണ്ട്, അച്ഛൻ. എന്നോട് പറഞ്ഞത് മുഴുവൻ അവിടെയും പറയണം. അമ്മയെ കാണുന്നതിന് മുമ്പുള്ള ഡ്രസ് റിഹേഴ്സൽ. കാത്തിരിപ്പുണ്ട് വലിയ വീട്ടിലെ യശോദ. യമുനേട്ടത്തെ കരയിച്ചതിനുള്ള സമ്മാനം തരാൻ. ഞാൻ പോവാ. എവിടെയായിരുന്നു? അത്
ഞാൻ വേണ്ട, എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നീ നുണ പറയണ്ട. കല്യാണം നടക്കാതിരിക്കാനാ നീ വീട് വിട്ടു പോയെന്ന് എല്ലാവർക്കും അറിയാം. പല കാര്യത്തിനും ഞാൻ നിനക്ക് വേണ്ടി യശോദയോട് വഴക്ക് കൂടിയിട്ടുണ്ട്. പക്ഷേ കല്യാണ ദിവസം ആരോടും ഒരക്ഷരം പോലും പറയാതെ കടന്നു കളഞ്ഞത് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റായിപ്പോയി. പക്ഷേ ഞാൻ എല്ലാം എനിക്കറിയാം മോനെ. എന്നാലും നീ യമുനെപ്പറ്റി ഓർക്കേണ്ടതായിരുന്നു. നിശ്ചയിച്ച കല്യാണം മുടങ്ങിയ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഇനി ആരെങ്കിലും തയ്യാറാവൂ? മംഗല്യഭാഗ്യമില്ലാത്ത പെണ്ണെന്ന പേരുദോഷം അവൾ ഈ ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടി വരില്ലേ? മനഃപൂർവ്വമല്ല അച്ഛാ. യമുനെ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കാം? കുടുംബമായിട്ട് ജീവിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക്? അവൾ ഒരനിയത്തെ പോലെയാണെന്ന ചിന്ത മരണം വരെ കൂടെ ഉണ്ടാവില്ലേ? രക്തബന്ധമുള്ളവരെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു തരേണ്ടതിന് പകരം നിങ്ങളൊക്കെ ചേർന്ന് എന്തിനാ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്? എനിക്ക് നിന്നെ മനസ്സിലാകും. പക്ഷെ യശോദയും ശോഭയും ഇപ്പോഴും ആ കല്യാണം നടത്തണമെന്ന വാശിയിലാണ്. പിടിച്ചു നിൽക്കാൻ പറ്റുമോ നിനക്ക്? എന്റെ ജീവിതത്തിൽ മായയല്ലാതെ മറ്റൊരു പെണ്ണുണ്ടാവില്ലെന്ന് ഞാൻ അവരെ പഠിപ്പിക്കും. വീണ്ടും നമ്മുടെ വീട്ടില് ഒരു പൊട്ടിത്തെറി ഉണ്ടാവുമെന്ന കാര്യം ഉറപ്പായി. എന്നാലും നീ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയാം. ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ തന്നെയാ കല്യാണം കഴിക്കേണ്ടത്. പക്ഷേ മോനെ, ഇപ്പോഴും നിന്നെ ഓർത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നൊരു പെണ്ണുണ്ട്. കല്യാണം മുടങ്ങിയിട്ടും നിന്നെ മറക്കാൻ പറ്റിയിട്ടില്ല അവൾക്ക്. യമുനയോട് പറയാൻ മനസ്സിൽ നീ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോടാ? എന്താ ഏട്ടാ? ഏട്ടൻ എന്താ പറ്റിയത്? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ അശ്വതി? ഇതെന്തൊരു ചോദ്യം? സ്നേഹമുണ്ട് ഏട്ടാ. എന്താ ഇപ്പോഴൊരു സംശയം? കാലം മാറിയല്ലോ, അതിനൊപ്പിച്ച് നീയും മാറി. ഏട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാകാത്തതല്ല, മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കുകയാണ്. ഏട്ടൻ ഉദ്ദേശിക്കുന്നത് എന്റെ കല്യാണക്കാരിയല്ലേ? അതെ. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. എന്നാലും വെറുതെ ഒരാശ, നിന്റെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിലോ എന്ന്. അതുകൊണ്ട് ചോദിക്കുക, ഈ കല്യാണം വേണോ മോളെ? വേണം. അവനടുത്ത് നിൽക്കുമ്പോ പണ്ടത്തെ നിലവിളി വീണ്ടും കേൾക്കില്ല നീ? ഇല്ല. അതെന്താ? അതേ ആൾ തന്നെ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്. നീ നിന്റെ കരച്ചിൽ കേൾക്കില്ലായിരിക്കും, പക്ഷേ എന്റെ മനസ്സിൽ നിന്ന് ചോര ഒഴുകുന്നത് കാണാൻ പറ്റില്ലേ നിനക്ക്? ഏട്ടൻ ഇപ്പോഴും ഭരതനെ സംശയിക്കുകയാണ്. സംശയിക്കുന്നതല്ല, സത്യമാണ്. മഹേന്ദ്രൻ സാറും എന്നോട് പറഞ്ഞു നിന്നോട് പറയാൻ ഈ കല്യാണം വേണ്ടാന്ന്. ആര് പറഞ്ഞാലും ഇനി അശ്വതി കേൾക്കില്ലേട്ടാ. എന്റെ മനസ്സതിന് സമ്മതം മൂളിക്കഴിഞ്ഞു. അപ്പോ ഈ കല്യാണം നടക്കും? നടക്കും. ഇനി എനിക്കൊന്നും പറയാനില്ല. നിന്റെ ഇഷ്ടം നടക്കട്ടെ. ഈ കല്യാണം നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കുന്ന കെണിയാ ഭരത. ആരും അറിയാതെ നീ ഈ ലോകം വിട്ടു പോകും. ഒരീച്ച പോലും അറിയാതെ ഈ അശ്വതി നിനക്ക് ശവക്കച്ചയൊരുക്കും. കാത്തിരുന്നോ നീ?